ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. അത്യസാധാരണ സന്ദർഭത്തിൽ അത്യസാധാരണ തീരുമാനം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കുന്ന തീരുമാനം കമ്മ്യൂണിസ്റ്റ് ബോധ്യത്തിൽ നിന്നാകണമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു CPI. അവിടെ പാർലമെന്ററി രാഷ്ട്രീയമെന്ന മേമ്പൊടിക്കോ പ്രായോഗിക രാഷ്ട്രീയമെന്ന ഗിമ്മിക്കിനോ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കുകയാണെന്ന അധികാരമോഹത്തിനോ പ്രസക്തിയില്ല. CPIഎമ്മിന്റെ ഏറ്റവും തലപ്പക്കമുള്ള കരുത്തുള്ള നേതാവ് നേരിട്ടിറങ്ങി ചർച്ച നടത്തിയിട്ടും പാറ പോലെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സെക്രട്ടറിയും സെക്രട്ടേറിയറ്റും. ചോദ്യം ചോദിച്ച കുട്ടിയെ ക്ലാസ്സിൽ നിന്നും പുറത്താക്കിയാലും ചോദ്യം അവിടെ ശേഷിക്കുമെന്ന MN വിജയന്റെ രാഷ്ട്രീയ വിമർശനമായിരുന്നു ഇന്ന് ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിലും കേട്ടത്. വിട്ടുവീഴ്ചയില്ല എന്ന മുഖ്യമന്ത്രിയോട് പറഞ്ഞതിനു ശേഷം വന്ന നാടിനോട് ബിനോയ് വിശ്വം പറഞ്ഞത് പ്രശ്നങ്ങൾ ഇപ്പോഴും ബാക്കിയാണെന്നാണ്. ഇരുവഴിയോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ CPM പ്രതിനിധി ജേക്ക് സി തോമസ്, AISFന്റെ പ്രതിനിധി ബിപിൻ എബ്രഹാം, ലീഗ് പ്രതിനിധി PK നവാസ്, രാഷ്ട്രീയ നിരീക്ഷകൻ A സജീവൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ ജേക്കിലേക്ക് പോകുന്നു. ജേക്ക്, ഇന്ന് പ്രധാനപ്പെട്ട നിർണായകമായ ചർച്ചയായിരുന്നു. മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് നടത്തിയ ചർച്ചയായിരുന്നു. ആ ചർച്ചയിൽ ഒരു തീരുമാനവും ആയില്ല, അതുകൊണ്ട് ഞങ്ങളുടെ നിലപാടിൽ മാറ്റമില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ബിനോയ് വിശ്വം പറഞ്ഞത്. അപ്പോൾ മുന്നണി പ്രതിസന്ധിയിലാണോ? എന്താണ് CPM മുന്നിൽ കാണുന്നത്? മുന്നണിയിൽ അങ്ങ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് പോലെ സവിശേഷകരമായ ഒരു അസാധാരണ പ്രതിസന്ധിയും ഉള്ളതായി എനിക്ക് തോന്നുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ രണ്ട് വ്യത്യസ്ത ആശയധാരകളുടെ കൂടെ പ്രതീകമായിട്ടാണ് CPIഎമ്മും ഉൾപ്പെടെയുള്ള വ്യത്യസ്ത പാർട്ടികൾ പ്രവർത്തിക്കുന്നത്. അതിൽ തന്നെ സ്വാഭാവികമായി ചില വിഷയങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനെ സംബന്ധിച്ച് അഭിപ്രായങ്ങളിൽ സാജാത്യ വൈജാത്യങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അത് മറ്റെവിടെയും ഉള്ളതുപോലെ തന്നെയാണ്. മറ്റെവിടെയും ഉള്ളതിനേക്കാൾ എത്രയോ ആഴത്തിലും പരപ്പിലും കുറവാണ് ഇടതുമുന്നണിയിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് പോലെ വ്യത്യസ്ത ദിവസങ്ങളിലായി ഞാൻ മനസ്സിലാക്കുന്നു CPIയുടെ അഖിലേന്ത്യാ സെക്രട്ടറി അല്പ ദിവസങ്ങൾക്ക് പുറകിൽ AKG ഭവനിൽ വന്ന് CPIഎമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായി ചർച്ച നടത്തുന്നുണ്ട്. നമ്മളുടെ നാട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വ്യത്യസ്ത ധാരയിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ തമ്മിൽ ചർച്ച നടത്തുന്നുണ്ട്. ഇന്ന് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ബഹുമാനീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ ബഹുമാനീയനായ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയും രണ്ടുപേരും ഏതാണ്ട് 1 മണിക്കൂറോളം ചർച്ച നടത്തുന്നു. ആ ചർച്ചയ്ക്ക് ശേഷം ഞാൻ മനസ്സിലാക്കുന്നു CPIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. CPIയുടെ ചില ആശങ്കകൾ അല്ലെങ്കിൽ ചില സംശയങ്ങൾ അത് ദൂരീകരിക്കപ്പെട്ടിട്ടില്ല, അതങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ചർച്ച നടന്നു. ഈ കാര്യത്തിൽ ചർച്ചയും തീരുമാനങ്ങളും തുടരും എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് വായിക്കാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ അടച്ചാക്ഷേപിച്ച് നമുക്ക് എല്ലാം അവസാനിച്ചു, രണ്ട് ധ്രുവങ്ങളിലേക്ക് പോകുന്നു എന്ന് പറയാൻ കഴിയുന്ന ഒരു അന്തരീക്ഷവുമില്ല. ഈ ചർച്ചകൾ തുടരും. സമവായത്തിന്റെ അന്തരീക്ഷം നിർബന്ധമായും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ഉരുത്തിരിഞ്ഞ് വരിക തന്നെ ചെയ്യും. ഇപ്പോൾ അങ്ങ് പറഞ്ഞത് ശരിയാണ്. രണ്ട് ഇടതുപക്ഷ പാർട്ടി, രണ്ട് ഇടതു പാർട്ടികൾ, രണ്ട് വ്യത്യസ്ത ശൈലികൾ, അത് സമ്മതിക്കുന്നു. പക്ഷേ നിങ്ങളെ യോജിപ്പിക്കുന്ന ഒരു വിഷയം വർഗീയ വിരുദ്ധ നിലപാടാണല്ലോ. ആ നിലപാടിൽ നിങ്ങൾ ഒന്നാണ്. ആ നിലപാടിൽ നിങ്ങൾ വെള്ളം ചേർക്കുകയും CPI അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. പ്രത്യയശാസ്ത്ര നിലപാട്, അത് പ്രത്യയശാസ്ത്ര ശാഠ്യമെന്ന് നിങ്ങൾ വിളിക്കുന്നു, നിങ്ങളതിനെ പ്രായോഗികത എന്ന് വിളിക്കുന്നു. പക്ഷേ ആത്യന്തികമായി ദേശീയ തലത്തിൽ ഇപ്പോൾ എടുക്കേണ്ട നിലപാടൊന്നുണ്ടല്ലോ. കേരളത്തിലാണ് ആകെ ഇടതുപക്ഷം ഭരിക്കുന്ന ഏക സംസ്ഥാനം കേരളത്തിലാണ്. ഇവിടെ നിങ്ങൾക്ക് ഇടതുപക്ഷ നയങ്ങൾ നടപ്പാക്കാനാകുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ദേശീയ തലത്തിൽ എന്തു പറഞ്ഞു നിൽക്കുമെന്നൊരു ചോദ്യമുണ്ട്. അവിടെ CPIക്ക് തലയുയർത്തി നിൽക്കാം, നിങ്ങൾക്ക് തലകുനിച്ചും. അത് അങ്ങയുടെ ഒരു വ്യാഖ്യാനമാണ്. നിർബന്ധമായും അങ്ങേക്ക് അത്തരം വ്യാഖ്യാനങ്ങൾ നടത്താൻ മറ്റാർക്കും എന്നതുപോലെയുള്ള സ്വാതന്ത്ര്യം അങ്ങേക്കുമുണ്ട്. പക്ഷെ അങ്ങയുടെ വ്യാഖ്യാനങ്ങളോട് എനിക്ക് കണക്കറ്റ വിയോജിപ്പുണ്ട്, അതിനിശ്ചിതമായ വിമർശനമുണ്ട്. കാരണം കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം ഞാൻ മനസ്സിലാക്കുന്നു 40 ലക്ഷത്തിലധികം വരുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിലെ കുട്ടികൾ, 5,80,000-ലധികം വരുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികൾ, 1,07,000-ന് മുകളിൽ വരുന്നിട്ടുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ, 10,000-കണക്കിന് അധ്യാപകർ, അനധ്യാപകർ, ഇങ്ങനെ അതിവിശാലമായ ഒരു സംവിധാനമാണ് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത്. ഇവിടെ അങ്ങയുടെ ചോദ്യത്തിന്റെ ഏറ്റവും ഒടുവിൽ അങ്ങ് സമീകരിക്കാൻ ശ്രമിച്ചത് വർഗീയ വിരുദ്ധ നിലപാടിൽ CPIഎം വെള്ളം ചേർക്കുന്നു. CPI അക്കാര്യത്തിൽ പ്രത്യയശാസ്ത്ര ധാരയുടെ കരുത്തിൽ നല്ല ക്ലാരിറ്റിയോടുകൂടി അവർ നിൽക്കുന്നു. അപ്പോൾ ഞങ്ങളതിനെ പ്രായോഗികതയെന്നും അവരതിനെ പ്രത്യയശാസ്ത്രപരമായ കരുത്തെന്നും വിശേഷിപ്പിക്കാൻ കഴിയുന്നു. ഇതാണ് അങ്ങയുടെ ചോദ്യത്തിന്റെ അവസാന ഭാഗം. അങ്ങ് നോക്കൂ,
ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ വ്യത്യസ്ത കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഉണ്ടായിരുന്നു. കേരളത്തിലടക്കം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ അവർക്ക് നിലവിൽ പല കാര്യങ്ങളും യൂണിയൻ ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനങ്ങളോട് സമരസപ്പെട്ടുകൊണ്ട് തന്നെ നടപ്പിലാക്കുന്നുണ്ട്. കേരളത്തിലും പല ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും PM ശ്രീയുടെ മറവിൽ നമ്മുടെ ആകെ ആശങ്ക ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങ് ഉൾപ്പെടെയുള്ള നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാവരും ഉൾക്കൊള്ളുന്ന വിശാലമായ സെക്യുലർ മതനിരപേക്ഷ ചേരി, ഈ മതനിരപേക്ഷ ചേരിയുടെ ആകെ ആശങ്ക ഈ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ മറവിലുള്ള സംഘപരിവാർ വൽക്കരണം അല്ലെങ്കിൽ വർഗീയവൽക്കരണം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കപ്പെടുമോ? അതാണല്ലോ ആ ആശങ്കയുടെ രത്നച്ചുരുക്കം എന്ന് പറയുന്നത്. ആ ആശങ്കയുടെ രത്നച്ചുരുക്കത്തോട് കേരളം ഇതിനോടകം തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ RSS നടപ്പിലാക്കാൻ ശ്രമിച്ച വർഗീയവൽക്കരണത്തിന്റെ 3 തെളിമയാർന്ന ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഞാൻ അങ്ങയുടെ ചോദ്യത്തിന്റെ അവസാന ഭാഗത്തെ വീണ്ടും കൂട്ടിക്കുന്നു. പ്രത്യശാസ്ത്ര ശാഠ്യത്തിന്റെ ഭാഗമായിട്ടല്ല, മറിച്ച് പരിമിതികളോട് കൂടെയുള്ള അധികാരത്തിന്റെ കരുത്തിൽ എങ്ങനെയാണ് വർഗീയ പ്രചരണത്തെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് റദ്ദു ചെയ്യേണ്ടത് എന്നത് കേരളത്തിന്റെ അനുഭവം 3 കാര്യങ്ങളുണ്ട്. ആ 3 കാര്യങ്ങൾ ഏതാണ്? ഒന്ന്, NCERTയുടെയും NEPയുടെയും മറവിൽ യൂണിയൻ ഗവൺമെന്റ് എന്ത് ചെയ്തു? മുഗൾ രാജവംശത്തിന്റെ ചരിത്രം ഇന്ത്യയുടെ ചരിത്ര പാഠപുസ്തകങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞതിനെ റദ്ദു ചെയ്തു. കേരളത്തിൽ അഡീഷണൽ ടെക്സ്റ്റ് ബുക്കായിട്ട് ഇപ്പോൾ കേരളത്തിൽ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും സാമൂഹ്യ ശാസ്ത്ര പഠനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിലെ 40 ലക്ഷത്തിലധികം വരുന്ന കുട്ടികൾ ഒരു പ്രത്യശാസ്ത്ര മൽപ്പിടുത്തത്തിന്റെയും മുഷ്ടി ചുരുട്ടലിന്റെയും ഭാഗമായിട്ടല്ല, മറിച്ച് ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ നല്ല ബോധ്യത്തിൽ ആ പാഠഭാഗം നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിൽ പഠിക്കാൻ പാടില്ല. ആവർത്തിച്ച് പറയുന്ന ഒരു പോയിന്റ് ആണ്, അതൊരു നല്ല പോയിന്റുമാണ്. ആ പോയിന്റ് ശരിയാണെങ്കിൽ അതിപ്പോൾ ടെക്സ്റ്റ് ബുക്കിലായിട്ട് ഇപ്പോൾ കുറച്ചായല്ലോ. നിങ്ങൾക്കിപ്പോൾ ഭരണത്തിൽ നിന്നിറങ്ങാൻ അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ഇനി 6 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ എന്തിനാണ് നിങ്ങൾ അതിൽ ഒപ്പിടുന്നത്? അങ്ങനെയാണെങ്കിൽ നേരത്തെ ആകാമായിരുന്നല്ലോ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വേറെ കൊണ്ടുവരുന്നു, അപ്പോൾ അങ്ങനെ ആ പ്രതിരോധം സാധ്യമാണെങ്കിൽ നേരത്തെ ഒപ്പിടാമായിരുന്നു. ഇപ്പോഴെന്തിന് ഒപ്പിടുന്നു? അങ്ങനെ ഒപ്പിടുമ്പോൾ എന്തുകൊണ്ട് CPI കൂടെ വിശ്വാസത്തിലെടുത്തില്ല എന്നൊരു വിഷയമുണ്ടല്ലോ. നിങ്ങൾ 2020 ഈ ആലോചനകൾ വരുമ്പോൾ വിദ്യാഭ്യാസ കച്ചവടത്തിനും വർഗീയവൽക്കരണത്തിനും കാരണമാകുന്നതിനൊപ്പം രാജ്യത്തിന്റെ ഫെഡറൽ സ്വഭാവത്തെ ഹനിക്കുന്നതെന്ന് വിലയിരുത്തപ്പെടുന്നതാണ് പുത്തൻ ദേശീയ വിദ്യാഭ്യാസ നയം എന്നാണ് നിങ്ങളുടെ നിലപാട്. അന്ന് PA മുഹമ്മദ് റിയാസ്, ഇന്നത്തെ പൊതുമരാമത്ത് മന്ത്രി, ഇട്ട പോസ്റ്റുണ്ട്, എന്തുകൊണ്ട് എതിർക്കപ്പെടണം എന്നതിന്റെ 15 പോയിന്റുകൾ. അത്ര പുറകോട്ട് പോകണ്ട, നിങ്ങളുടെ പാർട്ടി കോൺഗ്രസിലും പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് പ്രമേയം ഒന്ന്, പ്രവൃത്തി മറ്റൊന്ന് എന്ന രൂപത്തിലാണോ വരുന്നത്? ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു, കേന്ദ്രത്തിന്റെ നയങ്ങൾ ഏതൊക്കെ രൂപത്തിൽ അടിച്ചേൽപ്പിക്കുന്നു, ഏതൊക്കെ രൂപത്തിൽ കുരുക്കുന്നു സംസ്ഥാനങ്ങളെ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഈ പ്രത്യയശാസ്ത്ര ശാഠ്യം കൊണ്ട് കൂടിയാണല്ലോ നിങ്ങളെ ഇടതുപക്ഷം എന്ന് വിളിക്കുന്നത്. ജയ്ക്ക്, അവിടെ നിന്നും പിന്മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു നിൽക്കാൻ എന്താണ്? തീർച്ചയായിട്ടും അങ്ങ് നല്ല പോയിന്റ് എന്ന് എൻ്റെ ചില ഭാഗങ്ങളെ വിശദീകരിച്ചുവെങ്കിലും അങ്ങനെ നിർവചിച്ചുവെങ്കിലും ആ പോയിന്റ് പൂർത്തീകരിക്കാൻ അങ്ങ് എനിക്ക് അവസരം നൽകിയില്ല എന്നുള്ള വിമർശനം, യോജിപ്പ് എനിക്കുണ്ട്, ഇരിക്കട്ടെ. പക്ഷെ അങ്ങയുടെ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. മുമ്പ് ഈ കാര്യത്തിൽ വ്യത്യസ്തമായ സമീപനം ഉയർത്തിപ്പിടിച്ചിരുന്ന നിങ്ങൾ വൈകിയെങ്കിലും ഈ PM ശ്രീ പദ്ധതിയുടെ ഭാഗം എന്തുകൊണ്ടായി? അതോടൊപ്പം ഈ മുന്നണിയിലെ സുപ്രധാന ഘടകകക്ഷികളിൽ ഒന്നായിട്ടുള്ള CPIയെ ഇക്കാര്യത്തിൽ വിശ്വാസത്തിലെടുക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? രണ്ടും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ലോകമെങ്ങുമുള്ള മലയാളി പ്രേക്ഷകർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്കാണ് അങ്ങയുടെ ചോദ്യം വെളിച്ചം വീശുന്നത്. എന്തുകൊണ്ടാണ്? PM ശ്രീ ആണോ നമ്മളുടെ പ്രശ്നം? അല്ല. PM ശ്രീ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ അത് ആഗ്രഹിക്കും വിധം നടപ്പിലാക്കപ്പെട്ടാൽ തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ 332 സ്കൂളുകളിൽ മാത്രമായിരിക്കും ആ പദ്ധതി നടപ്പിലാക്കപ്പെടുക. അതിന്റെ ഭാഗമായിട്ട് ലഭിക്കാൻ സാധ്യതയുള്ള തുക 1 കോടി ലഭിച്ചാൽ 60 ലക്ഷം യൂണിയൻ ഗവൺമെന്റ്, 40 ലക്ഷം സംസ്ഥാന സർക്കാരുമാണ്. അങ്ങേക്കും എനിക്കും നമ്മുടെ നാട്ടിൽ സർക്കാർ സ്കൂളുകൾ, പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കാണുന്ന മലയാളികൾക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞൊരു പതിറ്റാണ്ടിടയിൽ 1000 കോടി രൂപയാണ്, 10,000 കോടി രൂപയാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചെലവഴിക്കപ്പെട്ടത്. ഓരോ നിയോജക മണ്ഡലങ്ങളിലും അന്തർദേശീയ നിലവാരത്തോടുകൂടെ നമ്മുടെ സർക്കാർ സ്കൂളുകൾ ശിരസ് ഉയർത്തിയിട്ടുണ്ട്. 500 കുട്ടികൾക്ക് മേലെ പഠിക്കുന്ന കേരളത്തിലെ എല്ലാ സർക്കാർ സ്കൂളുകൾക്കും 1 കോടിയിലധികം വരുന്ന തുക കേരളത്തിലെ സംസ്ഥാന സർക്കാർ തന്നെ ഒരാളുടെയും സഹായം കൂടാതെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPM നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഈ ചെറിയ പൈസയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ PM ശ്രീയിൽ പിന്നെ എന്തിനാണ് ഒപ്പിടുന്നത്? PM ശ്രീയുടെ ഭാഗമായി ലഭിക്കുന്ന ചെറിയ തുകയല്ല പ്രശ്നം. പ്രശ്നം എവിടെയാണ്? പ്രശ്നം സർവശിക്ഷാ അഭിയാനാണ്, അല്ലെങ്കിൽ കേരളത്തിന്റെ അനുഭവത്തിൽ SSK ആണ്. അവിടെയാണ് പ്രശ്നം. അവിടെയാണ് ഞാൻ അങ്ങയോട് മുമ്പ് സൂചിപ്പിച്ച 40 ലക്ഷത്തിലധികം വരുന്ന കുട്ടികൾ, 5 ലക്ഷത്തിലധികം വരുന്ന പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർ, 1 ലക്ഷത്തിലധികം വരുന്ന ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർ, അവരെ കരുത്തു പകരുന്ന അധ്യാപക അനധ്യാപക സമൂഹം, ഈ വലിയ സമൂഹത്തിന് കരുത്തായി നിലനിൽക്കേണ്ട SSK ഈ പദ്ധതിയിൽ നിങ്ങൾ ഒപ്പുചാർത്തുന്നില്ലെങ്കിൽ SSKക്കുള്ള പണം ഞങ്ങൾ വെട്ടും.
അതല്ല യൂണിയൻ ഗവൺമെന്റിന്റെ സമീപനം. തൊണ്ട പൊട്ടുമാറച്ചത്തിൽ അതിനെതിരെ ഞങ്ങൾ സമരം ചെയ്തിട്ടില്ലേ? ഇത് പല തവണയായി പറഞ്ഞത്. നേരത്തെ ഞാനൊന്ന് ഇടപെട്ടതിന് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ CPM പ്രതിരോധത്തിന് പറയുന്നൊരു പോയിന്റ് ആയതുകൊണ്ടാണ്. നമുക്ക് അത്ര സമയമുള്ളല്ലോ. അങ്ങ് പറഞ്ഞത് വ്യക്തതയുണ്ട്. ഞാൻ പറയുന്നത് ഈ സർവ്വശിക്ഷ അഭിയാനുള്ള തുക കിട്ടുന്നില്ല എന്നുള്ള കാര്യം അവിടെ നിൽക്കുമ്പോൾ ഒരു നേരിയ പ്രതിരോധം വേണ്ടെന്നേ. ഒരു പ്രതിരോധം പോലും ഇല്ലാതെ മന്ത്രിസഭയിൽ 2 തവണ മാറ്റിവെച്ച വിഷയം നയപരമായ വിഷയമായതുകൊണ്ട് മാറ്റിവെക്കുന്നു. അങ്ങനെ മാറ്റിവെക്കുന്ന വിഷയം പിന്നീട് ചർച്ചയാകാമെന്ന് പറയുന്ന വിഷയം ചർച്ച ചെയ്യാതെ വകുപ്പിന്റെ സെക്രട്ടറിയെ കൊണ്ടുപോയി ഒപ്പിടിക്കുകയാണ്. ആ തീരുമാനം വന്ന് വീണ്ടും മന്ത്രിസഭായം ചേരുകയാണ് 22-ാം തീയതി. അപ്പോഴും അതിലുള്ള എതിർപ്പ് CPയുടെ മന്ത്രി കെ രാജൻ അവിടെ പറയുന്നു. എന്നിട്ട് അത് ഒപ്പിട്ടത് മിണ്ടാതെ പറയാതെ മുഖ്യമന്ത്രി അവഗണിക്കുന്നു ആ ചോദ്യം. അപ്പോൾ എന്തൊരു അവഗണനയും അപമാനവുമാണ് അവിടെ നടന്നിരിക്കുന്നത്. എന്തൊരു നയവ്യതിയാനമായി നടന്നിരിക്കുക. ഒരു പ്രതിരോധം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ആ പ്രതിരോധത്തിന് ശേഷം നിങ്ങൾ ഒപ്പിടുകയാണെങ്കിൽ നിങ്ങൾ ശ്രമിച്ചു, പരാജയപ്പെട്ടു എന്ന് വരുമല്ലോ. ഒരു ശ്രമവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, നിയമവഴിയെ പോകാൻ പോയ ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിപ്പിച്ചിരിക്കുന്നു ചീഫ് സെക്രട്ടറി. അതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഞാൻ അങ്ങയിലേക്ക് വരാം. ഞാൻ ഒന്ന് ബിപിൻ എബ്രഹാമിലേക്ക് പോകുന്നു. ബിപിൻ എബ്രഹാം, CPI ഇപ്പോൾ പ്രത്യയശാസ്ത്രപരമായ നിലപാടിൽ നിൽക്കുന്നു, ഞങ്ങൾ യഥാർത്ഥ ഇടതുപക്ഷ നിലപാടിൽ നിൽക്കുന്നു എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തുകയാണ്. പക്ഷെ ആത്യന്തികമായി എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളല്ലേ യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത്? അല്ല, ഇതിനകത്ത് ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്നവർ വലിയ ആശങ്കയ്ക്കിടവരുന്നതായ ഒരു സാഹചര്യം നാം കണ്ടതാണ്. അതിൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ പദ്ധതി ഇവിടെ നടപ്പിലാക്കപ്പെടുന്നു. അത്തരമൊരു ദൗർഭാഗ്യകരമായ സന്ദർഭത്തെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്നൊരു ഗവൺമെൻറ് നടപ്പിലാക്കില്ല എന്ന് പ്രതീക്ഷിച്ചവരാണ് അതിൻ്റെ അകത്ത് നിരാശരായവരിൽ കൂടുതലും. അപ്പോൾ അതിനകത്ത് ഞാൻ ചർച്ച തുടങ്ങി വെക്കുന്നതിന് മുമ്പ് പറയാൻ ആഗ്രഹിക്കുന്നത്, PM ശ്രീ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് നടക്കുന്നതായ വിഷയങ്ങളെല്ലാം അത് കേവലമായൊരു CPI തർക്ക വിഷയമായി കാണുവാൻ ശ്രമിക്കരുത്. അത് അങ്ങനെ ആ ചർച്ചയെ മുമ്പോട്ട് കൊണ്ടുപോകരുത് എന്നാണ് ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒരു മുന്നണിയിലെ 2 പാർട്ടികൾ തമ്മിലുള്ള തർക്ക വിഷയങ്ങളോ അല്ലെങ്കിൽ അതിനകത്ത് CPI കീഴടങ്ങിയോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ആത്യന്തികമായി ഉന്നയിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ PM ശ്രീ നടപ്പിലാവുന്നത് വഴി, ഇവിടെ പ്രിയപ്പെട്ട ജയ്ക്ക് ഇവിടെ സൂചിപ്പിച്ചു, PM ശ്രീ ആണോ ഇവിടുത്തെ വിഷയം? അല്ല, PM ശ്രീ അല്ല ഇവിടുത്തെ വിഷയം. അത് നമുക്കെല്ലാവർക്കും നല്ലതുപോലെ അറിയാം. നമ്മുടെ വിഷയം PM ശ്രീ വഴി നടപ്പിലാക്കപ്പെടുന്ന ആ PM ശ്രീയിൽ ഉൾപ്പെട്ടിട്ടുള്ള നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ്. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ സംബന്ധിച്ചെല്ലാം നമുക്ക് വളരെ വിശദമായി അറിയാവുന്ന കാര്യമാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 അത് നമ്മുടെ രാജ്യത്ത് പാർലമെന്റിന്റെ അകത്തളങ്ങളിൽ പോലും ഒരു ചർച്ചയ്ക്ക് പോലും വിധേയമാക്കാതെ കോവിഡ് മഹാമാരി കാലഘട്ടത്തിൽ ഈ രാജ്യത്തെ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയതാണ്. അതിനെ സംബന്ധിച്ചെല്ലാം നമുക്ക് വളരെ വിശദമായി തന്നെ അറിയാം. അത് ഈ രാജ്യത്ത് ഒരു ഗവൺമെന്റ് ആ പദ്ധതി ഇവിടെ കൊണ്ടുവരുന്നു. അതിനുശേഷം ഈ രാജ്യത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ അത് ചർച്ചയ്ക്ക് വെക്കുവാൻ ഭയപ്പെടുന്നു. അങ്ങനെ ഭയപ്പെടുന്നതായ ഒരു വിഷയം ഈ രാജ്യത്തിൻ്റെ കലാലയങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുവാൻ ഓരോ ഗവൺമെന്റിനെയും സമ്മർദ്ദപ്പെടുത്തുന്നു. ആ സമ്മർദ്ദപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങൾ അതിന് വഴങ്ങാത്തതായ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ ഏത് വിധേനയും അട്ടിമറിക്കുക എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായി ഇവിടെ കേന്ദ്രം കേരളത്തിന് SSK വഴി ലഭിക്കുവാനുള്ള 1466 കോടി രൂപയെ പിടിച്ചു വെച്ചുകൊണ്ട് ഇത് ഞങ്ങൾ നിങ്ങൾക്ക് നൽകണമെങ്കിൽ അത് ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചെങ്കിൽ മാത്രമേ അത് നൽകൂ എന്ന് പറയുന്ന ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റിനെതിരെയും അതോടൊപ്പം തന്നെ ആ ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖലയിൽ PM ശ്രീ പദ്ധതി വഴി അതുവഴി നുഴഞ്ഞു കയറുന്ന NEP വഴി നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്ന വർഗീയ അജണ്ടകൾക്കെതിരെയുമാണ് ഞങ്ങൾ ശക്തിയുക്തമായി നഖശികാന്തം ഞങ്ങൾ അതിന് മാത്രമാണ് എതിർക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ സൂചിപ്പിക്കുന്നത്, ഈ CPIM ഒരു തർക്ക വിഷയമായി ഈ വിഷയത്തെ കാണരുത്. ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വിഷയത്തിൻ്റെ ആ പ്രസക്തി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ കേരളം ഒരു മാതൃകയായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. ആ കടന്നു പോകുന്നതായ ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തിന് വിദ്യാഭ്യാസ മേഖലയിൽ കേരള മോഡൽ തന്നെ നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യം, കേരളത്തിലെ വിദ്യാലയങ്ങൾ മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറുന്ന ഒരു കാലഘട്ടം, കഴിഞ്ഞ 9 വർഷത്തിന് ശേഷം കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിലുണ്ടായ വലിയ കൊഴിഞ്ഞുപോക്കുകളെ പരിഹരിക്കപ്പെടുവാൻ കഴിയുന്നതായ ഒരു കാലഘട്ടം, ആ 9 വർഷം കൊണ്ട് ആ കൊഴിഞ്ഞുപോക്കിനെ പരിഹരിക്കപ്പെട്ടുകൊണ്ട് 11 ലക്ഷം വിദ്യാർത്ഥികളെ പൊതുവിദ്യാഭ്യാസ
പൊതുവിദ്യാഭ്യാസ കേന്ദ്രത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ച, അല്ലെങ്കിൽ അങ്ങനെ സാധിച്ച് വിജയിച്ച ഒരു കാലഘട്ടത്തിൽ അങ്ങനെ വിജയിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റാണ്. പക്ഷേ ദൗർഭാഗ്യകരമായി ആ വിദ്യാഭ്യാസ മേഖലയിലേക്ക് തന്നെ രാജ്യത്തെ കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖലയിലെ ഇരട്ടത്താപ്പായി കാണുന്ന ഒരു നയം PM-ശ്രീ പോലെയുള്ള ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിനെ ഞങ്ങൾക്ക് ശക്തിയുക്തമായി എതിർക്കേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടാവും. നമ്മുടെ രാജ്യത്തിന് 34 വർഷത്തിൽ ബിപിൻ എബ്രഹാം, ഇനിയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കടുത്ത തീരുമാനത്തിലേക്ക്, ഏതായാലും ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ തീരുമാനമെന്നറിയുന്നു. നാളെയും ഒരുപക്ഷെ ചർച്ച നടന്നേക്കാം, മറ്റന്നാളത്തെ മന്ത്രിസഭാ യോഗത്തിന് തൊട്ട് മുൻപ് വരെ ഒരുപക്ഷെ ചർച്ച നടന്നേക്കാം. അപ്പോൾ ഇനിയും സാധ്യതകൾ അവിടെ കിടക്കുകയാണ്. ആ ചർച്ചയിൽ കാര്യങ്ങളിൽ തീരുമാനമായിട്ടില്ല എങ്കിൽ മന്ത്രിസഭായോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. ഒരു മന്ത്രിസഭായോഗത്തിൽ നിന്നല്ല, ഇനി അങ്ങോട്ടുള്ള മന്ത്രിസഭായോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. മന്ത്രിമാരെ പിൻവലിക്ക് നടക്കുന്ന തീരുമാനങ്ങൾ ഒരുപക്ഷെ CPI കൗൺസിൽ 4-ാം തീയതി ചേരുന്ന CPI കൗൺസിൽ എടുത്തേക്കാമെന്നും അറിയുന്നു. പിന്നെ എന്ത് എന്ന ചോദ്യമുണ്ടല്ലോ. ആത്യന്തികമായി നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട്, നിങ്ങളുടെ പ്രത്യയശാസ്ത്രം, അതിനെ വിശ്വസിക്കുന്ന അണികൾ, അത് ആത്യന്തികമായി നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കണം, തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ഭരണത്തിൽ വരണം, ഇതൊക്കെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണല്ലോ. രണ്ട് വഴിയിൽ പോകുന്ന രണ്ട് പാർട്ടികൾ ചേർന്ന് ഒരു മുന്നണിയായി മത്സരിക്കുമ്പോൾ പരസ്പര വിശ്വാസമില്ലാത്ത രണ്ട് പാർട്ടികൾ എന്നുള്ളതാണ് പുറമേക്ക് വരുന്ന ഒരു കാര്യം. അതിനെ എങ്ങനെയാണ് നിങ്ങൾ നേരിടുക? അല്ല, ഇതിനകത്ത് പരസ്പര വിശ്വാസത്തിൻ്റെതായ ഒരു പ്രശ്നമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കേരളത്തിലെ SFIയും DYFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി യുവജന സംഘടനകൾക്കും ഈ വിഷയത്തിൽ നിന്ന് വ്യത്യസ്ത അഭിപ്രായമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അതേ നിലപാട് തന്നെയാണ് AISFനും AVFനും ഉള്ളത്. സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും അതേ നിലപാടിൽ തന്നെയാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നത്. കാരണം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാജ്യത്ത് വർഗീയ ഫാസിസ്റ്റ് വൽക്കരണം ശക്തി പ്രാപിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അതിന് കേരളം ഒരു ബദലായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ യോജിച്ച പോരാട്ടം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട കാലഘട്ടത്തിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായതെന്ന് ദൗർഭാഗ്യകരമാണ്. അതാണ് ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചത്. ആ ദൗർഭാഗ്യകരമായ സംഭവത്തെ നമുക്ക് വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് കാണുവാൻ സാധിക്കുകയില്ല. അത് ഞങ്ങളുടെ നിലപാട് കൃത്യമായി ഉയർത്തി പറഞ്ഞതാണ്. അത് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കിയത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഏകപക്ഷീയമായ തീരുമാനമെടുത്തു പോയി എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. ആ തീരുമാനം എടുത്തുപോയി എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ തീരുമാനത്തോട് യോജിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞതാണ്. അത് അങ്ങനെ പറയപ്പെടുമ്പോൾ അത് ഏതെങ്കിലും പ്രത്യയശാസ്ത്രപരമായി അല്ലെങ്കിൽ രണ്ടു പാർട്ടികൾ തമ്മിലുള്ള അകൽച്ചയായി അതിനെ കാണരുത്. ഞങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, കാരണം NEP നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ദേശീയ അടിസ്ഥാനത്തിൽ വരെ AISFന്റെ നേതൃത്വത്തിൽ വിവിധ ക്യാമ്പയിനുകൾ ഇന്ത്യയുടെ വിവിധ തെരുവോരങ്ങളിൽ, സംസ്ഥാനങ്ങളിലെല്ലാം സംഘടിപ്പിച്ചിട്ടുള്ളതാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മയപ്പെട്ടു പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ആ നിലപാട് ഞങ്ങൾ എല്ലാ കാലവും ഉയർത്തിപ്പിടിക്കുന്നതാണ്. അത് ഇന്നലെയും ഇന്നും നാളെയും അതേ അഭിപ്രായം തന്നെയായിരിക്കും ഞങ്ങൾക്കുള്ളത് എന്നുള്ളതാണ് ഞങ്ങൾ കടുപ്പിച്ചു പറയുന്നത്. അതിന്റെ പ്രധാന കാരണം നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, അത് 34 വർഷത്തിനു ശേഷമാണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആകമാനമായി ഒരു മാറ്റം ഉണ്ടാകുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് മാറ്റം ഉണ്ടാകണമെന്നുള്ള വാദത്തിനകത്തൊന്നും ഞങ്ങൾ പുറകോട്ട് നിൽക്കില്ല. ബിപിൻ എബ്രഹാം, ഇതിൽ ബിനോയ് വിശ്വം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കടുത്ത വാക്കുകളുണ്ട്, ഗൂഢാലോചന അടക്കമുള്ള വാചകങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ ചർച്ച ഇപ്പോൾ കോടിയലായി ചർച്ചയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും തീരുമാനമായിട്ടില്ല, ഞങ്ങൾ മുന്നോട്ട് വെച്ച കാര്യങ്ങളിൽ തീരുമാനമായിട്ടില്ല എന്ന് തന്നെയാണ് ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പെട്ടെന്നുള്ള തീരുമാനം ഞങ്ങളെ അറിയിക്കാതെ ഒപ്പിട്ടതിൽ എന്തോ ഒരു ഗൂഢാലോചനയാണ് സംശയിക്കുന്നത്. അങ്ങ് എത്ര പറഞ്ഞാലും കണ്ടാൽ മിണ്ടാതിരിക്കുകയും തമ്മിലടിക്കുകയും ചെയ്യുകയല്ലല്ലോ ഭിന്നത എന്നതിൻ്റെ അർത്ഥം. ഭിന്നതയാണ്, നിലപാടുകളിലെ ഭിന്നതയാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം. PK നവാസ്, ഇപ്പോൾ LDFിലെ രണ്ട് പ്രധാന കക്ഷികളിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്ന ഈ ഭിന്നത, അതിനോട് പല കോൺഗ്രസ് നേതാക്കളും പ്രതികരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് സ്വാഗതം എന്നൊക്കെ CPയോട് ആവശ്യപ്പെടുന്നുണ്ട്, വരാൻ പറയുന്നുണ്ട്. പക്ഷേ LDFിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും, ഞങ്ങളുടേത് ഇടത് നിലപാടാണ്, UDF എന്നൊരു ആലോചനയിലേക്ക് പോയിട്ടില്ല CPI എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഈ LDF മുന്നണിയിൽ വന്നിരിക്കുന്ന ഈ ഭിന്നിപ്പിനെ എങ്ങനെയാണ് ലീഗ് കാണുന്നത്? ഇതിൽ CPI എടുത്തിരിക്കുന്ന നിലപാടിനൊപ്പമാണ് നിങ്ങളെന്നറിയാം. പക്ഷേ എങ്ങനെയൊക്കെയാണ് സംസ്ഥാനങ്ങളെ കേന്ദ്ര സർക്കാർ വരിഞ്ഞു മുറുക്കുന്നത് എന്നറിയാത്തവരല്ല മുസ്ലിം ലീഗും. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്, ഇന്നത്തെ ചർച്ചകളും അതിനുശേഷമുള്ള പ്രതികരണങ്ങളെയും? പാർട്ടികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഭിന്നതയുടെ തോതളക്കുക എന്നതല്ല ഏറ്റവും പ്രധാനമായി ഞങ്ങളിതിൽ കാണുന്നത്. ആ ഭിന്നത പലപ്പോഴായിട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട പോലീസിംഗ് വിഷയത്തിൽ CPIക്കുണ്ടായിരുന്ന നിലപാട് നമ്മൾ കണ്ടതാണ്. അവസാനം CPIന് കീഴടങ്ങി കൊടുക്കുന്നതും നമ്മൾ കണ്ടു.
സാമ്പത്തിക സംവരണവുമായി ബന്ധപ്പെട്ട് CPI എടുത്ത നിലപാട് നമ്മൾ കണ്ടതാണ്. കേരളത്തിൽ പിണറായി വിജയനെ നടപ്പിലാക്കി CPI കീഴടങ്ങി കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. മാവോയിസ്റ്റുകളെ വെടിവെച്ചുകൊള്ളുന്നതുമായി ബന്ധപ്പെട്ട വിവാദവും നമുക്കറിയാം. അതിൽ CPI എടുത്ത നിലപാട് ഇതുപോലെ കേരളം മൊത്തം ചർച്ച ചെയ്താണ് അവസാനം ആത്യന്തികമായി പിണറായി വിജയൻ എടുക്കുന്ന നിലപാടിലേക്ക് CPI എത്തിക്കുന്നത്. അതുകൊണ്ട് CPIയും CPM തമ്മിലുള്ള ഈ തർക്കം എവിടെ ചെന്ന് അവസാനിക്കുമെന്നോ ഈ നിലപാട് എവിടെയാണ് സന്ധി ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചോ അല്ല നമ്മളിവിടെ പറയുന്നത്. ഇപ്പൊ സ്മൃതി ഒരു ചോദ്യം CPIഎമ്മിന്റെ പ്രതിനിധി ശ്രീ ജയിക്കിനോട് ചോദിച്ചു. സ്മൃതി ചോദിച്ച ചോദ്യത്തിന് ജയിക്ക് മറുപടി പറഞ്ഞ് ആരംഭിച്ചത് ഇങ്ങനെയാണ്: കേരളത്തിലെ മാലോകര് മുഴുവൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യത്തിലേക്ക് ഉത്തരത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ചോദ്യമാണ് സ്മൃതി ചോദിച്ചത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് PMC നടപ്പിലാക്കിയത് SSA ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. എന്തൊരു ലോജിക്കില്ലാത്ത ഉത്തരവാണെന്ന് നോക്കൂ. ഒരു 2 മിനിറ്റ് കൊണ്ട് ജയിക്ക് അതിന് ഉത്തരം പറഞ്ഞു തീർത്തു. കേരളത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി മുഖ്യമന്ത്രി CPIയുടെ സംസ്ഥാന സെക്രട്ടറി 1 മണിക്കൂർ അടച്ചിട്ട മുറിയിൽ ഇരുന്ന് പറഞ്ഞിട്ട് ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ഒരു കാര്യം. തൊട്ടടുത്തിരിക്കുന്ന ASFന്റെ പ്രതിനിധികൾ SFIക്കാരൻ മുണ്ട് മടക്കി കുത്തിയാൽ പിന്നെ അതിനകത്തിട്ട ചുവന്ന കളസം കാണും, അതുകൊണ്ട് മുണ്ട് കഴിച്ചിടണം എന്നുവരെ പറഞ്ഞിട്ടൊരു വിഷയത്തിൽ ജയിക്ക് 2 മിനിറ്റ് കൊണ്ട് ഈ ചോദ്യങ്ങളൊക്കെ റദ്ദ് ചെയ്യാണ്. ഇത് SSA ഫണ്ട് കിട്ടാത്തതുകൊണ്ടാണ് എന്ന്. ജനങ്ങൾ നിങ്ങൾ ഈ പറയുന്ന PM ഒപ്പിട്ടാലേ SSA ഫണ്ട് തരികയുള്ളൂ സാഠ്യമുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ഞാൻ പറയാം. PMC എന്ന് പറയുന്ന പദ്ധതി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട പദ്ധതിയാണല്ലോ. ആ പദ്ധതി ഒപ്പിട്ടാൽ SSA ഫണ്ട് മാത്രം തരുള്ളൂ എന്ന് മാത്രമല്ല പറഞ്ഞത്, NEP അംഗീകരിക്കണം എന്ന് കൂടെ പറഞ്ഞല്ലോ. അത് രണ്ടും പൊളിറ്റിക്കലായ കണ്ടീഷനുകളാണ്. അത് രാജ്യത്തിനകത്ത് ഒരു ഫെഡറൽ സിസ്റ്റത്തിനകത്ത് അത്തരം കണ്ടീഷനുകൾ വെക്കാൻ പാടില്ല. അങ്ങനെ കണ്ടീഷൻ വെക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശരി, ഞങ്ങൾ NEP അംഗീകരിക്കാം, നിങ്ങൾ ആ പണം തരൂ എന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ടുവരാണോ വേണ്ടത്? അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാകണ്ടേ? കേരള ജനത ഒന്നാകെയല്ലേ സംഘപരിവാറിനെതിരെ നമ്മൾ നാളിതുവരെ ഫൈറ്റ് ചെയ്തത്? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സംഘപരിവാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമുക്കറിയാം പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒരുമിച്ചിരുന്ന് നടന്ന സമരവേദികൾ നമ്മൾ കണ്ടതല്ലേ. അപ്പൊ അവിടെ ഫൈറ്റ് ഉണ്ടാകണ്ടേ? ഈ പൊളിറ്റിക്കൽ കണ്ടീഷനെ ഒറ്റടിക്ക് അംഗീകരിച്ച് പോരാണോ ജനാധിപത്യ കേരളം ആഗ്രഹിക്കുന്നത്? അതല്ലല്ലോ ജനാധിപത്യ കേരളം ആഗ്രഹിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഫൈറ്റാണ്? ഇന്ദ്രനും ചന്ദ്രനും വന്നാൽ പോലും തടുക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രിക്ക്, ഊരിപ്പിടിച്ച വാളിന് നടുക്കിലൂടെ നടന്നു പോകാൻ ധൈര്യമുണ്ട് എന്ന് വീമ്പ് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ NEP നിങ്ങൾക്ക് നടപ്പിലാക്കിക്കോ, എന്നാൽ SSA ഫണ്ട് തരാം എന്ന് പറയുമ്പോൾ അതിങ്ങ് വാങ്ങിപ്പോരാണോ ഈ മുഖ്യമന്ത്രി ചെയ്യേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ ഇതുപോലെ സാഹചര്യം ഉണ്ടായല്ലോ. എന്താ അവിടെ സംഭവിച്ചത്? അവിടെ ലീഗൽ ഫൈറ്റ് നടന്നു. ലീഗൽ ഫൈറ്റ് നടന്ന ഏകദേശം ഞാൻ മനസ്സിലാക്കുന്ന 2000 കോടി അടുത്ത് രൂപ ലീഗൽ ഫൈറ്റിലൂടെ നേടിയെടുക്കുന്നിടത്തേക്ക് അവർക്ക് എത്താൻ വേണ്ടി സാധിച്ചു. ബിനോയ് വിശ്വം തന്നെ പറഞ്ഞത് എന്താണ്? ലീഗൽ അഡ്വൈസ് നേടാൻ വേണ്ടി പോയ സംഘത്തെ പിൻവലിച്ചത് പോലും എന്തിനാണ് എന്ന് ഗവൺമെന്റ് വ്യക്തമാക്കണം എന്ന് പറയുന്നിടത്തുണ്ടായില്ലേ? അപ്പൊ ലീഗൽ അഡ്വൈസ് പോലും എടുത്തിട്ടില്ല. ലീഗൽ ഫൈറ്റ് പോട്ടെ, ഇതിൽ ലീഗൽ അഡ്വൈസ് പോലും എടുക്കാൻ വേണ്ടി പോയ വിദ്യാഭ്യാസ വകുപ്പിലെ സംഘത്തെ പോലും തിരിച്ചു വിളിച്ചു എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ജയിക്ക് പറയുന്നത് SSA ഫണ്ട് 2000 കോടി അല്ലെങ്കിൽ 1500 കോടി കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് ഇവിടുത്തെ പിന്നെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാനാണ് എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമല്ല ജയിക്ക്. നിങ്ങൾ എന്താണ് ഇത്ര നിസ്സാരമായി ഈ വിഷയത്തെ അഭിസംബോധന ചെയ്യാൻ ശ്രമിച്ചത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത്ര ദുർബലമാണോ നിങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള ഈ മറുപടികൾ എന്ന് പറയുന്നത്? ഇത്ര ദുർബലമായിട്ടാണ് നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുന്നത്? കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കേരളം മുഴുവൻ ചർച്ച ചെയ്തിട്ട് ഇവിടുത്തെ CPI നേതാക്കന്മാർക്ക് മറുപടി ഉണ്ടായിട്ടില്ല. ഇന്ന് മുഖ്യമന്ത്രി 1 മണിക്കൂർ പറഞ്ഞിട്ടും CPI സെക്രട്ടറിക്ക് അത് ബോധ്യപ്പെട്ടിട്ടില്ല. മന്ത്രിസഭാ അംഗങ്ങളെ പരസ്പരം ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി നോക്കട്ടെ, ഇനി നിങ്ങൾ ഈ നയമാറ്റം ഉണ്ടായി, നയമാറ്റം 100% തെറ്റാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് CPMന്റെ കമ്മ്യൂണിസ്റ്റ് നയമാറ്റത്തെ കുറിച്ചല്ല, കേരള ജനതയ്ക്ക് അംഗീകരിക്കാൻ കഴിയാത്ത നയമാറ്റം നിങ്ങൾ ഉണ്ടാക്കി. അതിന് ഞാൻ പറയട്ടെ, ഇനിയിപ്പോ അങ്ങനെ നയമാറ്റം ഉണ്ടായാൽ സ്വാഭാവികമായി നടക്കേണ്ട കാര്യം എന്താ സ്മൃതി? ഒന്ന്, കേരളത്തിലെ ജനങ്ങളോട് ഇത് പറയണ്ടേ? കേരളത്തിലെ ജനങ്ങൾ ഇത് ബോധ്യപ്പെടുത്തണ്ടേ? വേണ്ട. CPMന്റെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നയരൂപീകരണ ബോഡി എന്ന് പറയുന്നത് പാർട്ടി കോൺഗ്രസ് ആണല്ലോ. പാർട്ടി കോൺഗ്രസിലെ തീരുമാനത്തിന് വിഭിന്നമായ ഒരു മുഖ്യമന്ത്രി എടുക്കുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി അത് അറിയുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ മനസ്സിലാകുന്നു. ദേശീയ സെക്രട്ടറിക്ക് അതിനെക്കുറിച്ച് ബോധ്യമില്ല എന്ന് മാധ്യമങ്ങൾ ചോദിക്കും, അദ്ദേഹത്തിന് മറുപടി ബോധ്യപ്പെടുന്നു. മന്ത്രിസഭാ അംഗങ്ങൾക്ക് അത് അറിയുന്നില്ല. LDFന്റെ കൺവീനർ അത് അറിയുന്നില്ല. SFIയുടെ ദേശീയ സമ്മേളനം ഞങ്ങളുടെ കോഴിക്കോട് വെച്ച് നടക്കുമ്പോൾ കഴിഞ്ഞ 4-5 മാസങ്ങൾക്ക് മുമ്പ് ഇതേ മുഖ്യമന്ത്രി വന്നിട്ട് പറഞ്ഞത് ദേശീയ വിദ്യാഭ്യാസ നയം നമ്മൾ പല്ലും നഖവും എതിർക്കുമെന്നാണ്. SFIക്കാരൻ ആഹാ നല്ല ഡയലോഗ് എന്നുള്ളതൊക്കെ BGM ഇട്ട് ആഘോഷിച്ച ഡയലോഗാണ്. ഇത് കഴിഞ്ഞ 1 വർഷം മുമ്പ് ഇതിന് ധാരണയായിട്ടുണ്ടെന്ന വാർത്തകൾ പുറത്തു വരികയാണ്. അപ്പോ ഏറ്റവും ചുരുങ്ങിയത് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടോ? ഉണ്ടെങ്കിൽ ജയിക്ക് ഈ പറഞ്ഞ പ്രതിസന്ധിയാണോ ഗവൺമെന്റ് നേരിട്ട പ്രതിസന്ധി? അത് മലയാളിയോട് പറയാൻ, നിങ്ങളുടെ പാർട്ടി കോൺഗ്രസിനോട് പറയാൻ, നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിയോട് പറയാൻ, നിങ്ങളുടെ മന്ത്രിസഭാംഗങ്ങളോട് പറയാൻ, കേരളത്തിലെ വോട്ടർമാരോട് പറയാൻ, UDFനോട് പറയാൻ, നിയമസഭയിൽ ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് സാധ്യമാകണ്ടേ? അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യേണ്ട വേദികൾ ഇവിടെ ഇല്ലേ? അത് ചർച്ച ചെയ്യാതെ നിങ്ങൾ തലയിൽ മുണ്ടിട്ട് സ്വകാര്യമായി ചെന്ന് ഒപ്പിട്ടിട്ട്
പൈസ കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഇത് ചെയ്തതാണ് എന്നാണോ പറയേണ്ടത്? ഇനി രണ്ടാമത്തെ ഒരു ഘട്ടം അത് പറയുക എന്നുള്ളത് ഒന്നാമത്തെ ഒരു ഘട്ടം. ഇനി രണ്ടാമത്തെ ഒരു ഘട്ടം ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ നിയമപരമായ പോരാട്ടത്തിലേക്ക് പോകുന്നു എന്ന് പറയണ്ടേ? നിയമപരമായി എന്ത് റിസൾട്ട് ഉണ്ടാകുന്നത് രണ്ടാമത്തെ കാര്യമാണ്. അങ്ങനെ പോരാട്ടം നയിക്കണ്ടേ? അതിന് രാജ്യത്തിന്റെ സുപ്രീം കോടതിയിൽ പോകണ്ടേ? നോക്കൂ നിങ്ങൾ, ഈ രാജ്യത്ത് നരേന്ദ്രമോദി ഗവൺമെന്റ്, സംഘപരിവാർ ഗവൺമെന്റ് സംസ്ഥാനങ്ങളെ ഞെരുക്കുകയാണെന്നും സംസ്ഥാനങ്ങളിൽ അവർ അജണ്ടകളെ കൊണ്ടുവരാൻ വേണ്ടി ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്താൻ നമുക്ക് എല്ലാവർക്കും അറിയാം. സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, അവരെ എതിർക്കുന്ന എല്ലാവരെയും അവർ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് ഒട്ടനവധി ഉദാഹരണങ്ങൾ രാജ്യത്തുണ്ടല്ലോ. NRC-CAA അതിന് ഉദാഹരണമായിരുന്നില്ലേ? നമ്മൾ നിയമപോരാട്ടമല്ലേ അതിനെ നടത്തിയത്? സഭയിൽ നമ്മൾ അതിന് പ്രമേയ പാസാക്കിയല്ലേ നമ്മൾ മുന്നോട്ട് പോയത്? അതുപോലെ തന്നെ എന്തെല്ലാം വിഷയങ്ങളുണ്ടായി. ഇതിനൊക്കെ നമ്മൾ എങ്ങനെയാണ് നേരിട്ടത്? കേരളത്തിന്റെ എക്സ്പീരിയൻസ് എന്താണ്? ഇവിടുത്തെ UDF-ഉം LDF-ഉം പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് നിന്ന് സഭയിൽ ചർച്ച ചെയ്ത് നമ്മൾ നിയമപരമായ പോരാട്ടങ്ങൾക്ക് നടത്തും. അത് ഗവൺമെന്റ് നടത്തണമെങ്കിൽ ഗവൺമെന്റ്, പൊതു സമൂഹം നടത്തണമെങ്കിൽ സമൂഹം, ഏതെങ്കിലും സമുദായം നടത്തണമെങ്കിൽ സമുദായം, അങ്ങനെ നടത്തിയ എക്സ്പീരിയൻസ് അല്ലേ ഈ ഇവിടുത്തെ സംഘപരിവാർ സർക്കാരുകളോട് നമ്മൾ പ്രതികരിച്ചത്? അങ്ങനെയല്ലേ? അല്ലാതെ ഇത് ഒപ്പിടേണ്ടി വന്ന സാഹചര്യം ഞങ്ങൾക്ക് പണം കിട്ടാത്തത് കൊണ്ടാണ് എന്ന് പറയുന്ന ദുർബലമായ ഒരു വാദമാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. പിന്നെ ഇപ്പോ ജയിക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ NCERT സിലബസിൽ ബദൽ പുസ്തകങ്ങൾ കൊടുത്തു, ഞങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ PM ഉഷ നടപ്പിലാക്കിയിട്ട് ഇതുവരെ അവിടുത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വന്നില്ലല്ലോ. NEP-യുടെ പൂർണ്ണത ഈ ഗവൺമെന്റ് തന്നെ പറയുന്നത് 2030 2030 കൂടിയാണ് ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായി രാജ്യത്ത് നടപ്പിലാക്കുക എന്നവർ പറയുന്നത്. അതുകൊണ്ട് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം അവർ ചെയ്യാൻ അനുവദിച്ചു എന്ന് കരുതി അത് എല്ലാ കാലവും നമുക്ക് സാധ്യമാവില്ല. ഇപ്പൊ നമുക്കറിയാലോ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അവിടുത്തെ സിലബസുകളിൽ ഇന്ത്യൻ നോളജ് സിസ്റ്റം ഈ ഗവൺമെന്റ് നിർദ്ദേശിച്ചതാണല്ലോ, സെൻട്രൽ ഗവൺമെന്റ് നിർദ്ദേശിച്ചാണല്ലോ. PM ഉഷ ഒപ്പുവെക്കുമ്പോൾ ഇതേ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ഞങ്ങൾ പറഞ്ഞതാണ്, PM ഉഷ ഒപ്പുവെക്കുന്ന സമയത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കേണ്ടി വരും. അത് നടപ്പിലാക്കേണ്ടി വന്നു കേരളത്തിന് 2 വർഷം മുമ്പേ തന്നെ. എന്നിട്ട് ഇപ്പോ ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ ജയിക്ക് നേരത്തെ പറഞ്ഞ വാചകത്തെ അതിന് പിന്തുണച്ചു. അതേ വാക്കാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. ഇതാ ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒന്നും നടന്നില്ലല്ലോ എന്നാണ്. നടക്കുന്നുണ്ട് ജയിക്ക്, മെല്ലെ മെല്ലെ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ IKS എന്ന് പറയുന്ന സിലബസ് കൊണ്ടുവരുന്നത് പോലെ ഈ രാജ്യത്ത് ഈ സിലബസുകളിലേക്ക് അവർ കടന്നുകയറ്റം നടത്തുന്നു. അവർ 1 വർഷം കൊണ്ട് നടപ്പിലാക്കുമെന്നല്ല പറഞ്ഞത്, 2 വർഷം കൊണ്ട് നടപ്പിലാക്കുമെന്നല്ല പറഞ്ഞത്, 2030 അജണ്ട പൂർത്തീകരിക്കുമെന്നാണ് പറഞ്ഞത്. ആ അജണ്ട പൂർത്തീകരിക്കാൻ വാതിൽ തുറന്നു കൊടുക്കുന്നിടത്തേക്ക് CPM-ന്റെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ മലയാളി അറിയാതെ, പാർട്ടി സെക്രട്ടറി അറിയാതെ, സംഘടന മന്ത്രിസഭാ അംഗങ്ങൾ അറിയാതെ അവസരം കൊടുത്തു എന്ന ഗുരുതരമായ തെറ്റാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ശരി, ഞാൻ ശ്രീ A. സജീവിലേക്ക് വരാം. വർഗീയ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഇനി CPM-ന് നെഞ്ചുറച്ച് പറയാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ആ മുദ്രാവാക്യമാണ് ഇപ്പോൾ അടിയറ വെച്ചിരിക്കുന്നത്. കാരണം MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് മുദ്രാവാക്യങ്ങളെല്ലാം നടപ്പാക്കുന്നതാണ് സർക്കാർ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ സാധ്യമല്ലാത്തൊരു ലോകത്താണ് നമ്മൾ കഴിയുന്നത് എന്നുള്ള ഒരു പ്രതിസന്ധിയിലാണോ ഇടതുപക്ഷം? അതാണോ CPM കാണിക്കുന്നത്? ശ്രീ A. സജീവൻ, ഈ ധാരണാപത്രം ഒപ്പിടാൻ ആരാണോ നിർദ്ദേശിച്ചത് ആ ആൾ തന്നെയാണ് ചർച്ചകൾക്ക് ഇന്ന് നേതൃത്വം വഹിച്ചത്. മുഖ്യമന്ത്രി മോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് PM ശ്രീ ധാരണാപത്രത്തിലേക്ക് വേഗത്തിൽ പോയതെന്നുള്ള കാര്യം വ്യക്തമാണ്. ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയിൽ പോലും CPI അയഞ്ഞിട്ടില്ല. ഇനി എന്താണ് അങ്ങ് മുന്നിൽ കാണുന്നത്? ഇപ്പോൾ ഈ ധാരണാപത്രം മരവിപ്പിച്ച് നിർത്തണം എന്നാണ് ഇപ്പോൾ CPI ആവശ്യപ്പെട്ടത്. അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല എന്ന രൂപത്തിൽ CPM പ്രതികരിക്കുന്നു. ഇനി ചർച്ചകൾ മുന്നോട്ട് പോകുമോ? മന്ത്രിമാരെ എന്തായാലും മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. കൗൺസിലിന് ശേഷം ഒരുപക്ഷേ മന്ത്രിമാരെ പിൻവലിച്ചേക്കുന്ന തീരുമാനത്തിലേക്കും പോകും. പിന്നെ എന്താണ്? തീർച്ചയായിട്ടും വലിയൊരു പ്രതിസന്ധിയാണ് ഉണ്ടാവുന്നത്. നമുക്കറിയാവുന്ന പോലെ മുഖ്യമന്ത്രി ഇന്ന് അനുനയിപ്പിക്കാൻ ശ്രമിച്ചിട്ട് പോലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലാത്ത രീതിയിൽ, ഇനി ബിനോയ് വിശ്വം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ പോലും അതിന് സമ്മതിക്കാത്ത രീതിയിൽ CPIയുടെ എല്ലാ നേതാക്കന്മാരും അവരുടെ യുവജന സംഘടനകൾ ഉൾപ്പെടെ അതിരൂക്ഷമായിട്ടുള്ള നിലപാടാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. അവരിപ്പോൾ D. രാജ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന പോലെ ഈ MOU, ഈ ധാരണാപത്രം മരവിപ്പിക്കണം. അങ്ങനെ ധാരണാപത്രം മരവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇപ്പം വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിന് വേണ്ടി, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇതിൽ ഒപ്പിടേണ്ടി ഗതികെട്ട് ഒപ്പിടേണ്ടി വന്നത് എന്ന് നമ്മുടെ മന്ത്രി ശിവൻകുട്ടി പറയുന്നുണ്ടല്ലോ. അതിനുള്ള കാശ് കിട്ടില്ല സ്വാഭാവികമായിട്ട്. അപ്പോൾ ഇത് മരവിപ്പിക്കുക എന്ന രീതിയില്ല. ഒന്ന് ഒപ്പിട്ട സംഗതിയിൽ ഈ ധാരണാപത്രം ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒപ്പിട്ടതാണ്, അതിൽ മരവിപ്പിക്കാനുള്ള സാധ്യത പോലും നിയമപരമായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അങ്ങനെ മരവിപ്പിച്ചാൽ തന്നെ മരവിപ്പിച്ച് നിർത്തലാണ്, അപ്പോൾ അത് പിന്മാറല്ല. അപ്പോൾ അത് CPI അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ പോലും തെറ്റായിട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ ഏത് രീതിയിൽ ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യം CPIക്ക് പോലും അറിയാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, എല്ലാ CPI നേതാക്കന്മാരും പറയുന്നത് ഇത് CPI പ്രശ്നമല്ല എന്ന് പറയുന്നത് പോലും തെറ്റായ കാര്യമാണ്. ഇത് CPI പ്രശ്നമാണ്.
ശ്രീ പ്രശ്നമല്ല എന്ന് പറയുമ്പോൾ ശ്രീ എന്ന് പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുമെന്ന ഉറപ്പിൽ മാത്രം നടപ്പാക്കുന്ന ഒന്നാണ്. ആ ധാരണാപത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം, അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് പോലും ഇതാണ്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാമെന്ന ഉറപ്പിന്മേൽ മാത്രമാണ് കേരളത്തിലൊക്കെ ഒരു ബ്ലോക്കിൽ 2 വിദ്യാലയങ്ങൾ വെച്ചുകൊണ്ടാണല്ലോ ഇന്ന് ശ്രീ നടപ്പാക്കുന്നത്. ആ ഒരു ബ്ലോക്കിൽ 2 വിദ്യാലയങ്ങൾ നടപ്പാക്കാനുള്ള ഫണ്ടല്ല ഇത്. മൊത്തം ഫണ്ട് SSK ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഫണ്ട് തരണമെങ്കിൽ ഇങ്ങനെ വേണം എന്ന് പറയുമ്പോൾ 2 നിലപാടാണ് എടുക്കാവുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തമിഴ്നാടിൻ്റെ കാര്യത്തിൽ ചെയ്ത പോലെ അവർ കോടതിയിൽ പോയി. ഇപ്പോൾ ഇവിടെ ഈ CPI തമ്മിലുള്ള പ്രശ്നം വരുന്നു. അത് ഇപ്പോൾ CPI പറയുന്നത് ഞങ്ങൾ ഈ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിനെതിരാണ്, വർഗീയവൽക്കരണം നടപ്പാക്കുന്നതിന് എതിരാണ്. എങ്കിൽ അവർ സമരം ചെയ്യേണ്ട മോദി സർക്കാരിനോടാണ്. ഇപ്പോൾ അവരുടെ പ്രശ്നം എന്താണ്? അവർ മന്ത്രിസഭയിൽ നിന്ന് ഒരുപക്ഷെ മന്ത്രിമാരെ പിൻവലിക്കുക, അതല്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുക, പരസ്യമായിട്ട് അവരുടെ ദേശീയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നത് ഒറ്റ കാര്യത്തിലാണ്. ഇത് ഒപ്പിട്ടു. MOU ഒപ്പിടാനുള്ള ന്യായീകരണങ്ങൾ മുഖ്യമന്ത്രി കൃത്യമായി പരസ്യമായി പറഞ്ഞില്ലെങ്കിൽ പോലും ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള CPI മന്ത്രിമാരും നേതാക്കന്മാരൊക്കെ പറയുന്നുണ്ട്. CPI സംസ്ഥാന സെക്രട്ടറിയും ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് നേരത്തെ CPIയുടെ പറയുന്ന കാര്യങ്ങൾ അത് നമ്മൾ പരിഗണിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ MA ബേബി പോലും പറയുന്നത് CPIക്കെതിരായിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ ഇതാണ് പ്രശ്നം. ഒപ്പിട്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ പോകുന്നില്ല എന്നാണല്ലോ ശിവൻകുട്ടി പറഞ്ഞുള്ളത്. അത് ശരിയാണ് എങ്കിൽ CPIക്ക് പിന്നെന്താണ് പ്രശ്നം? ഇത് ഒപ്പിട്ട് കാശ് വാങ്ങുന്നു, നമ്മൾ നടപ്പാക്കുന്നില്ല എന്ന് പറയുന്നത് ആണ് അവർ വിശ്വസിക്കാമെങ്കിൽ അത് ഒരു മന്ത്രി പറയുന്നു, ഇനി മുഖ്യമന്ത്രി വേണമെങ്കിൽ പരസ്യമായി പറയാം, അത് അംഗീകരിച്ചുകൊണ്ട് അവർക്ക് മാറാം. കാരണം നടപ്പാക്കുന്നില്ലല്ലോ. അവർക്ക് എതിർപ്പ് ദേശീയ വിദ്യാഭ്യാസ നയത്തോടാണ് എങ്കിൽ അവർ തീർച്ചയായിട്ടും ഈ കാശ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിക്കരുത്, സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നമുണ്ടാക്കുക, അധ്യാപകരുടെ ശമ്പളം കൊടുക്കാൻ പോലും പറ്റില്ല എന്നൊക്കെ പറയുന്നതിനോട് യോജിക്കുകയാണല്ലോ വേണ്ടത്. അപ്പം അവരുടെ പ്രശ്നം ഇതാണ്. അവരോട് പോലും നേരത്തെ ബിനോയ് വിശ്വം പറഞ്ഞ പോലെ ഇതെന്ത് സർക്കാർ, എന്ത് മുന്നണി എന്നൊക്കെ ചോദിച്ച പോലെ എന്ത് കാര്യമാണ് അത്? നരേന്ദ്രമോദിയെക്കുറിച്ചല്ലല്ലോ പറയുന്നത്. അവർക്ക് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചാണെങ്കിൽ ഇതെന്ത് സർക്കാർ എന്ന് പറയണ്ടല്ലോ. സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും മോദി സർക്കാരിന് ഇതെന്ത് സർക്കാർ എന്ന് പറയാം. പക്ഷെ അതല്ല ഇവിടെ ബിനോയ് വിശ്വം പറഞ്ഞുള്ളത്. അതല്ല ഇവിടെ CPIയുടെ മിക്ക നേതാക്കൾ, പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ള ആളുകളൊന്നും പറയുന്നത്. AISFൻ്റെ നേതാക്കന്മാർ പോലും പറയുന്നത് കുറെ കൂടി കടുത്ത രൂപത്തിലാണ്. ഈ പറയുന്ന പ്രശ്നമില്ലെങ്കിൽ ഇപ്പോൾ കാസർഗോഡ് AISFൻ്റെ സെക്രട്ടറി പറഞ്ഞുള്ളത്, നിങ്ങൾ മുണ്ട് മടക്കി സമരത്തിന് പോകുമ്പോൾ മുണ്ട് മടക്കി കുത്തരുത്, മടക്കി കുത്തിയാൽ കാക്കി ഡ്രസ്സ് കാണും എന്നുള്ളതാണ്. പേര് ആര്? SFIയോടാണെന്നുള്ള രീതിയിൽ പറഞ്ഞില്ല. ആരോടാണ് പ്രശ്നം? അപ്പോൾ പ്രശ്നം CPIയും CPMും തമ്മിലാണ്. ഒന്നുകിൽ ഈ പ്രശ്നം അവർ നേരത്തെ ഈ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ അറിയിക്കാതെ നടപ്പാക്കിയെന്ന് പറഞ്ഞാൽ അത് രഹസ്യമായിട്ടുള്ള ചർച്ചകളിലൂടെയും പ്രതിഷേധത്തിലൂടെയും പരിഹരിക്കേണ്ടിയിരുന്നു. ഇപ്പോൾ പരസ്യമാക്കപ്പെട്ടു. ഇനി എന്ത് എന്നുള്ളതാണ് ഇപ്പോൾ CPIയുടെ മുമ്പിലും CPMന്റെ മുന്നിലുള്ള പ്രശ്നം. അണികളെ ബോധ്യപ്പെടുത്തുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ എന്ന പ്രതിസന്ധി CPIക്കുമുണ്ട്. ശ്രീ സജീവൻ, ഏത് സമയത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നതും പ്രധാനമാണല്ലോ. ഇപ്പോൾ CPMും CPIയും തമ്മിലൊരു കലഹമാണ് എന്ന് തോന്നിക്കുന്ന രീതിയിലൊരു തീരുമാനം ഉണ്ടാകരുത് എന്നാണ് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചത്. ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അതിനിടയ്ക്ക് 2 നിലപാടെടുക്കുന്ന, പ്രത്യയശാസ്ത്രപരമായി തന്നെ 2 നിലപാടായിരിക്കുന്നു എന്ന് പുറമേക്ക് തോന്നിക്കുന്ന രൂപത്തിലുള്ള കലഹമാണ് വന്നിരിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പിനെ കൂടി ബാധിക്കുകയാണല്ലോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിനെ പരിഹരിക്കാൻ സാധ്യത എന്നുള്ളതാണ്. ആര് വിട്ടുവീഴ്ച ചെയ്യും ശ്രീ സജീവൻ? CPI ഇതിൽ വിട്ടുവീഴ്ച ചെയ്താൽ, നേരത്തെ നവാസൊക്കെ പറഞ്ഞ പോലെ എല്ലാ കാര്യത്തിലും അവർ വിട്ടുവീഴ്ച ചെയ്യാറുണ്ട്. പണ്ട് പൊന്നാനിയിൽ അവരുടെ സീറ്റ് എടുത്ത സമയം മുതലുള്ള ഓരോന്നെടുത്താൽ, വെളിയം ഭാർഗവനാണല്ലോ ഏറ്റവും രൂക്ഷമായിട്ട് പ്രതികരിക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറി ഉണ്ടായിരുന്നത്. അതുമുതൽ തന്നെ വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ള ഒന്നാണ്. ഒരു പക്ഷേ ഇതേപോലെ ഇത് നടപ്പാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം ഇവിടെ ഒരു തരത്തിൽ നടപ്പാക്കില്ല, വർഗീയ അജണ്ട നടപ്പാക്കില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു, അതുകൊണ്ട് ഇനി ഞങ്ങൾ ഇന്ന് പിന്മാറുന്നു പറയേണ്ടി വരും. അതവർ പറഞ്ഞാൽ അവർക്ക് എളുപ്പമല്ല. അണികളെ ബോധ്യപ്പെടുത്തൽ എളുപ്പമല്ല, പ്രതിപക്ഷത്തെ ബോധ്യപ്പെടുത്തൽ. പക്ഷേ അവരുടെ അണികളെ ബോധ്യപ്പെടുത്തൽ എത്രമാത്രം എളുപ്പമാണെന്നുള്ള കാര്യം നോക്കേണ്ടതുണ്ട്. അതേപോലെ MOUവിൽ നിന്ന് പിന്മാറാൻ, MOU റദ്ദാക്കാനോ അല്ലെങ്കിൽ MOU ഫ്രീസ് ചെയ്യാനോ സർക്കാർ തീരുമാനിച്ചാൽ, അങ്ങനെ നിലപാടിലേക്ക് ഈ മുഖ്യമന്ത്രി പോയാൽ
സർക്കാരിൻ്റെ വിശ്വാസ്യതയല്ല, സർക്കാരിന് പിന്നെ എന്താണുള്ളത്? സർക്കാർ പൂർണ്ണമായിട്ടും കീഴടങ്ങി എന്നൊരവസ്ഥ വരും. മാത്രമല്ല ഈ കാശ് കിട്ടുന്നൊരവസ്ഥയില്ല. കൂടുതൽ പ്രതികാരം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭാഗത്തും ഉണ്ടാകും. ഇപ്പം സത്യത്തിൽ നമ്മൾ ആരും ഉണ്ടാക്കിയ പ്രശ്നമല്ല, ഈ രണ്ട് പാർട്ടിയുടെയും നേതാക്കന്മാരുണ്ടാക്കിയ തമ്മിലല്ല, അവരുണ്ടാക്കിയ പ്രശ്നമാണ് ഇത്. അവർ പരസ്പരം ചർച്ച ചെയ്യേണ്ടതായിരുന്നു. ഇത് മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ മുന്നണിയിൽ ചർച്ച ചെയ്യാമായിരുന്നു. ഇതൊന്നും ചെയ്യാതിരുന്നിട്ട് എല്ലാം കൂടി വ്രണമായി അങ്ങേയറ്റം കാലുമുറിക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യുമെന്നുള്ള കാര്യം ഇപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല. ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്തേ മതിയാകൂ. അത് CPI ആവാനാണ് കുറെ കൂടി സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി ജയ്ക്ക്, ഇപ്പോൾ ഇനിയിപ്പോൾ നടപ്പാക്കില്ല, ഇവിടെ നടപ്പാക്കേണ്ട പ്രശ്നം വരുന്നില്ല, ഇവിടെ നമ്മൾ ഫണ്ട് മാത്രം വാങ്ങുന്നു എന്ന് വിദ്യാഭ്യാസ മന്ത്രി ഇടയ്ക്കെങ്കിലും പറയുന്നുണ്ട്. ഇടയ്ക്ക് ദേശീയ വിദ്യാഭ്യാസത്തിൽ ഇപ്പോൾ പ്രശ്നങ്ങളില്ല എന്നും പറയുന്നുണ്ട്. രണ്ട് രൂപത്തിലാണ്. ആദ്യം PM ശ്രീ മാത്രമാണ്, PM ശ്രീ വരുമ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞു. പിന്നീട് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ മാറ്റി മാറ്റി പറയേണ്ട ഒരു അവസ്ഥയുണ്ട്. അങ്ങപ്പോൾ ടെക്സ്റ്റ് ബുക്ക് അഡീഷണലായി ചേർത്ത ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. പക്ഷേ ഇതിനകം തന്നെ ചെയ്തു വരുന്ന ടെക്സ്റ്റ് ബുക്ക് മാറ്റാൻ ഇവിടെ നമുക്ക് നിർവാഹമില്ലല്ലോ, അത് പഠിപ്പിക്കേണ്ടി വരും. കാരണം ഇത് ഓരോ വർഷവും ഇതിൻ്റെ ഒരു അസസ്മെൻ്റ് ഉണ്ടാവും. അതിനനുസരിച്ചാണ് സ്കൂളുകൾക്ക് മുന്നോട്ടുള്ള അവരെ മൂല്യനിർണ്ണയത്തിൽ അവരുടെ ഗ്രേഡ് തിരിക്കുക. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കിയോ എന്നുള്ളവർ കൃത്യമായി നിരീക്ഷിക്കും. ജേക്ക്, അതിവിടെ നടക്കുന്നുണ്ട്. നോക്കൂ, ഇപ്പോൾ 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ IKS-ഉമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹെൽത്തിൽ ദി അൾട്ടിമേറ്റ് ട്രഷർ എന്ന അധ്യായത്തിൽ വസൂരിക്ക് ഇന്ത്യ പരമ്പരാഗത ചികിത്സാ രീതി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് വിവരിക്കുന്നു. ആധുനിക വാക്സിനുകൾ വരുന്നത് ഏറെക്കാലം മുൻപ് തന്നെ വസൂരിക്കെതിരെ ഇവിടെ ഫലപ്രദമായ പ്രതിരോധ രീതി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ പലതും കേന്ദ്രമന്ത്രിമാർ പലയിടത്തും പറയുന്നത് നമ്മൾ കണ്ടതാണല്ലോ. ശാസ്ത്ര കോൺഗ്രസിൽ തന്നെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ഇത് പാഠപുസ്തകത്തിലേക്കും വരുമ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് പഠിപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് അഡീഷണൽ ടെക്സ്റ്റ് എന്ന കാര്യം ചിലപ്പോൾ സാധ്യമാകുമായിരിക്കും. പക്ഷേ രണ്ടും തമ്മിൽ പരസ്പര വിരുദ്ധമായി കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുമോ? അതും സാധ്യമല്ല. അപ്പോൾ നിങ്ങളിതിൽ പെട്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഇനി ഊരാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് മുദ്രാവാക്യങ്ങളും പറയുന്നതിന് തടസ്സമാവുകയാണ്. എന്ത് ചെയ്യും ജയ്ക്ക്? തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. എനിക്ക് തോന്നുന്നു മറ്റ് പാനലിസ്റ്റുകളോടുള്ള പ്രതികരണം അങ്ങയുടെ ചോദ്യത്തിലെ ആശങ്കയ്ക്ക് കൂടെയുള്ള ഒരു മറുപടിയെ മാറാനാണ് സാധ്യത. പക്ഷേ എന്തായാലും അങ്ങ് ഞാൻ മനസ്സിലാക്കുന്നു MSFൻ്റെയോ അല്ലെങ്കിൽ യൂത്ത് ലീഗിൻ്റെയോ അവരുടെ പ്രതിനിധിക്ക് നൽകിയ ഇടപെടൽ രഹിതമായ സുദീർഘമായ പ്രതികരണ സമയമുണ്ട്. അത്ര സമയമൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഇവിടെ നിന്ന് എനിക്ക് ലഭിക്കാൻ സാധ്യതയില്ല എന്നറിയാം. പക്ഷേ എന്നിരുന്നാൽ പോലും അതിന് സമാനമായ ഒരു മര്യാദ ഞാൻ അർഹിക്കുന്നുണ്ട് എന്ന് അങ്ങയെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും അങ്ങയുടെ ചോദ്യം പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം ഈ ചർച്ചയിൽ സഹപാനലിസ്റ്റായി പങ്കെടുത്ത ലീഗ് രാഷ്ട്രീയത്തോട് ആഭിമുഖ്യമുള്ള നമ്മുടെ നേതാവ്, അദ്ദേഹം വിദ്യാർത്ഥി നേതാവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിരുന്നാലും അദ്ദേഹം ദീർഘസമയം എടുത്തുകൊണ്ട് തന്നെ ഈ ചർച്ചയിൽ ഇടപെടുകയുണ്ടായി. അതിനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹം വിശാലമായ അർത്ഥത്തിൽ മാവോയിസ്റ്റ് വേട്ട, പോലീസിനെ സംബന്ധിച്ച് അങ്ങനെ തുടങ്ങി നൂറായിരം വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ലീഗിന്റെ അഭിപ്രായം അല്ലെങ്കിൽ ലീഗ് രാഷ്ട്രീയത്തിന്റെ ആഭിമുഖ്യമുള്ള ആളുകൾ പുലർത്താറുള്ള അഭിപ്രായ പ്രകടനം അദ്ദേഹം ഇവിടെ പറഞ്ഞു. ഞാൻ എന്തായാലും അതിന് സൂക്ഷ്മതയുള്ള എല്ലാ കാര്യങ്ങളിലേക്കും പോകാൻ സമയമില്ല, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇതിൻ്റെയൊക്കെ ഈ രണ്ട് ചർച്ചയുടെയും ആകത്തുക എന്താണ്? ഇപ്പൊ എനിക്ക് തോന്നുന്നു ബഹുമാനിയനായ മാധ്യമ പ്രവർത്തകരും ചൂണ്ടിക്കാണിച്ചു ഇക്കാര്യത്തിലൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ടോ? തമിഴ്നാടിന് ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ലേ? ബഹുമാനിയനായ ലീഗിന്റെ പ്രതിനിധിയും പറയാൻ ശ്രമിച്ചത് തമിഴ്നാട് നേടിയെടുത്തതുപോലെ 2700 കോടി രൂപ ഇക്കാര്യത്തിൽ കേസ് നടത്തി സുപ്രീം കോടതിയിൽ പോയി കേരളം നേടിയെടുക്കണ്ടേ? പകരം RSSന് മുമ്പിൽ ഇങ്ങനെ മുട്ടുമടക്കാവോ? അതാണ് ബഹുമാനിയനായ ലീഗ് പ്രതിനിധിയുടെ രസകരമായൊരു ചോദ്യം. നമ്മൾ പ്രത്യേകിച്ച് അങ്ങ് വിദ്യാർത്ഥി നേതാവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളൊക്കെ ആ മേഖലയിൽ അല്പകാലമൊക്കെ കുറച്ചു കാലം പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച ആളുകളാണ്. പക്ഷെ വിദ്യാർത്ഥി നേതാവായിരിക്കുമ്പോൾ നിർബന്ധമായും വിദ്യാർത്ഥി വിഷയങ്ങൾ, വിദ്യാഭ്യാസ സംബന്ധമായ വിഷയങ്ങൾ, ആ കാര്യങ്ങളെ സംബന്ധിച്ച് അല്പം കൂടെ പഠിക്കാൻ അങ്ങ് ചുമതലപ്പെടണം, അല്പം കൂടെ പഠിക്കാൻ അങ്ങ് ശ്രമിക്കണം എന്നുള്ള വിനീതമായ അഭിപ്രായം എനിക്കുണ്ട്. കാരണം എന്താണ്? ഈ കാര്യത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെയോ PM ശ്രീ നടപ്പിലാക്കപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസ മേഖലയിലെ ഫണ്ട് പിടിച്ചു വെക്കുന്ന യൂണിയൻ ഗവൺമെന്റിന്റെ RSSന്റെ സമീപനത്തിനെതിരെ ഏതെങ്കിലും ഒരു ഇന്ത്യൻ സംസ്ഥാനം സുപ്രീം കോടതിയിൽ പോയി കേസ് വിജയിച്ച് പണം വാങ്ങിയിട്ടുണ്ടോ? ഇല്ല. അങ്ങയുടെ ധാരണ തെറ്റാണ്. അങ്ങ് പറഞ്ഞത് പച്ച കള്ളമാണ്. കാരണം എന്താണ്? തമിഴ്നാടിന് പണം കിട്ടിയിട്ടുണ്ട്. അത് ഏതാ കേസെന്ന് ആങ്കർക്കറിയാമോ? അല്ലെങ്കിൽ ഈ ചർച്ച കാണുന്ന മഹാഭൂരിപക്ഷം വരുന്ന പ്രേക്ഷകർ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. തമിഴ്നാട് ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെയോ അല്ല. പക്ഷെ അങ്ങ് തിരുത്തി കണ്ടില്ല.
അങ്ങ് ഞാൻ പറയുമ്പോൾ അങ്ങനെ ഇടപെടുകയാണല്ലോ. ഞാൻ ലീഗ് പറഞ്ഞത് നേതാവ് ഇതാണ്, ഒരു നേരിയ പച്ചക്കള്ളം പ്രതിരോധമെങ്കിലും പ്രതിരോധ ശ്രമങ്ങളെങ്കിലും നടക്കണ്ടേ ജയിക്ക്? ഇപ്പോൾ കോടതിയിൽ പോയി ജയിച്ചോ എന്ന് നോക്കിയിട്ടല്ലല്ലോ കോടതിയിൽ പോവുക. അവർ പോയിട്ട് അവർ തോറ്റതാണ്, അതുകൊണ്ട് നമുക്ക് ഏതായാലും ആ വഴി പോകണ്ട എന്ന് തീരുമാനിക്കില്ല. നിങ്ങളിൽ നിന്നും കുറച്ചുപേർ അവിടെ പോയിന്നേ, കോടതിയിൽ പോകുന്ന ആലോചിക്കാൻ ഉദ്യോഗസ്ഥർ അങ്ങോട്ട് പോയി തിരിച്ചു വിളിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വേണ്ട, നിയമ പോരാട്ടം വേണ്ട എന്ന് പറയുന്നത് നിയമ പോരാട്ടം എന്നൊരു സമീപനമാണല്ലോ. ആ സമീപനത്തിലേക്ക് നിങ്ങൾ പോയിട്ടില്ല ജയിക്ക്. അതിലെന്ത് ന്യായമാണുള്ളത്? തമിഴ്നാട് ജയിച്ചോ തോറ്റോ എന്നുള്ളതല്ലല്ലോ വിഷയം. അതൊരു വിഷയമാണ്. കാരണം ലീഗ് നേതാവ് പരമാബദ്ധം ഒരു അവകാശം എന്നതുപോലെ പറഞ്ഞപ്പോ അങ്ങ് പ്രതികരിച്ചു കണ്ടില്ല. ഇത് നിങ്ങൾക്ക് UDF-ഉമായുള്ള തർക്കമാണോ ജയിക്ക്? ആത്യന്തികമായി ഈ വിഷയത്തെ എത്രത്തോളം നിങ്ങൾ ആ രൂപത്തിൽ ഉൾക്കൊണ്ട് സംസാരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെ വിശ്വസിക്കുന്ന അണികളോടാണ് ഇതിൽ വിശദീകരിക്കേണ്ടത്. നിങ്ങൾക്കൊപ്പം സമരം ചെയ്തവരോടാണ് വിശദീകരിക്കേണ്ടത്. പറഞ്ഞോളൂ, ഇടപെടുന്നില്ല, ഇനി പറഞ്ഞോളൂ. അങ്ങേക്ക് വേറെന്തെങ്കിലും കൂടെ ചോദ്യം, അല്ല അങ്ങേക്ക് വേറെന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യും. ഞാൻ അതുകൂടെ മിണ്ടാതിരിക്കാം. പറഞ്ഞോളൂ. അങ്ങേക്ക് മറ്റാ ആളുകളോട് ആരോടും ഈ ശൈലിയില്ലല്ലോ, എന്നോട് മാത്രമാണത്. അങ്ങ് പറ. അല്ല വേറെന്തെങ്കിലും ചോദ്യം ആഡ് ചെയ്യാനുണ്ട് അങ്ങ് പറ, എന്നിട്ട് ഞാൻ സംസാരിക്കാം. ഇല്ല, പറഞ്ഞോളൂ. ഞാൻ അങ്ങയോട് ആദ്യമേ തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചു, ഈ മാതിരി മര്യാദകളുടെ ഒരു ചർച്ചയിൽ ഒരാളോടും അങ്ങ് സ്വീകരിക്കാൻ പാടില്ല. എനിക്ക് പക്ഷേ അറിയാം, ഇവിടെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്കൊരു കാര്യങ്ങളെ ഏറെക്കുറെ ബോധ്യപ്പെട്ടിട്ട് തന്നെയാണത്. ഒരു അനിവാര്യ ദുരന്തം എന്നതുപോലെ ഇതിനെ ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വരാറുള്ളത്. പക്ഷേ അങ്ങ് മനസ്സിലാക്കേണ്ടത്, ഈ കാര്യത്തിൽ ലീഗ് പ്രതിനിധിയുടെ പരമ അബദ്ധം, അദ്ദേഹം വിശ്വസിക്കുന്ന പച്ചക്കള്ളം നിർഭാഗ്യവശാൽ കേരളത്തിൽ പല പ്രേക്ഷകരെയും തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുള്ളതാണ്. തമിഴ്നാട് കേസ് കൊടുത്തിട്ടുണ്ടോ? തമിഴ്നാടിന് പണം കിട്ടിയിട്ടുണ്ടോ? തമിഴ്നാടിന്റെ കേസ് ഇപ്പോഴും സുപ്രീം കോടതിയിൽ ലോങ് പെൻഡിംഗ് ആണ്. PM ശ്രീ പദ്ധതിക്കെതിരെയോ SSA ഫണ്ട് ലഭിക്കുന്നതിനെ സംബന്ധിച്ചോ തമിഴ്നാട് കേസിന്റെ ഒരണാ പൈസ തമിഴ്നാടിനോ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനോ ലഭിച്ചിട്ടില്ല. മറ്റാരും സുപ്രീം കോടതിയിൽ പോയിട്ടില്ല. എന്താണ് തമിഴ്നാടിന്റെ പ്രശ്നം? അത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ 12-ാം സെക്ഷൻ 1-ാം ഭാഗം സി ഉപഭാഗം എന്താണ്? റൈറ്റ് ടു എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് തമിഴ്നാട്ടിൽ CBSE സ്കൂളുകളിൽ 25% സീറ്റ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആ സീറ്റുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഫീസ്, ഏത് സ്വകാര്യ CBSE സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഫീസ് 60% യൂണിയൻ ഗവൺമെന്റും 40% തമിഴ്നാടും കൊടുക്കണം. ആ പണം യൂണിയൻ ഗവൺമെന്റ് കൊടുക്കാതിരുന്നപ്പോൾ അതിനെതിരെ തമിഴ്നാട് കോടതിയിൽ പോയി. സ്വകാര്യ CBSE സ്കൂളുകളുടെ ഫീസിനെ സംബന്ധിച്ച് തമിഴ്നാട് കോടതിയിൽ പോയപ്പോൾ ആ കോടതി വിധിയുടെ ഭാഗമായിട്ട് 2700 കോടിയൊന്നും അല്ല MSF നേതാവേ, അത് മനസ്സിലാക്കേണ്ടത് 2291 കോടി രൂപ തമിഴ്നാടിന് അനുവദിച്ചുകൊണ്ടുള്ള വിധിയുണ്ടായി. എന്താണ് ഇനി ഇപ്പൊ SSA ഫണ്ടിന്റെ പ്രശ്നം? SSA ഫണ്ടിന് കോടതിയിൽ പോകാൻ കഴിയില്ലേ? ഇതാണ് ആങ്കറുടെയും മറ്റു പലരുടെയും ആശങ്ക. ആർട്ടിക്കിൾ 287, ആർട്ടിക്കിൾ 287 പ്രത്യേകത എന്താണ്? അത് മിസലേനിയസ് ഫിനാൻഷ്യൽ പ്രൊവിഷനെ സംബന്ധിച്ചുള്ളതാണ്. SSA ഫണ്ടുകൾ 2015 സുപ്രീം കോടതിയുടെ ശ്രദ്ധേയമായ വിധി പ്രസ്താവമുണ്ട്. എന്റെ ഓർമ്മ ശരിയെങ്കിൽ ഭീം സിംഗ് വേഴ്സസ് ദ യൂണിയൻ ഓഫ് ഇന്ത്യ, ആ കേസിലെ ശ്രദ്ധേയമായ വിധി എന്താണ്? മിസലേനിയസ് ഫിനാൻഷ്യൽ പ്രൊവിഷൻ സ്വഭാവമുള്ള ഫണ്ടുകൾക്കകത്ത് യൂണിയൻ ഗവൺമെന്റിന് വിവേചനാധികാരമുണ്ട്. അവർക്ക് ഈ ഫണ്ടുകൾ തടഞ്ഞു വെക്കാനുള്ള അവകാശമുണ്ട് എന്ന് 2015 നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും നിർഭാഗ്യകരമായ സുപ്രീം കോടതി ഉത്തരവ് 2015 മിസലേനിയസ് ഫിനാൻഷ്യൽ പ്രൊവിഷൻ എന്ന ആർട്ടിക്കിൾ 282 അപ്ഹോൾഡ് ചെയ്യുന്നതാണ്, അതിനെ ഊട്ടിയുറപ്പിക്കുന്നതാണ്. അതായത് നിയമവിദഗ്ധരോട് ആലോചിച്ചാൽ ഇതിൽ 100-ൽ 90% തോറ്റുപോകാൻ സാധ്യതയുള്ള ഒരു വാദമാണ്. ഇതിൽ ഒപ്പിടാത്തതിന്റെ ഭാഗമായിട്ട് മിസലേനിയസ് ഫിനാൻഷ്യൽ പ്രൊവിഷൻ അഥവാ വിവേചനാധികാരമുള്ള യൂണിയൻ ഫണ്ട് ഞങ്ങൾക്ക് ലഭിച്ചില്ല എങ്കിൽ അതിനെതിരെ കേസിന് പോവുക 100-ൽ 99 പരാജയപ്പെടാൻ സാധ്യതയുള്ളതാണ്. ആർട്ടിക്കിൾ 282 മിസലേനിയസ് ഫണ്ട് പ്രൊവിഷനും 2015 ഭീം സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിലെ സുപ്രധാനവും പ്രസക്തവുമായ വിധി പ്രസ്താവം ഉള്ളത്രയും കാലഘട്ടം അതിലെ നിയമ പോരാട്ടം ശാശ്വതമായ ഒരു വിജയം നൽകുമെന്ന് നിയമവിദഗ്ധരാൽ ശുപാർശ ചെയ്യപ്പെടുന്ന ഒന്നല്ല. അത് ബഹുമാന്യനായ ലീഗ് നേതാവെങ്കിലും മനസ്സിലാക്കണമെന്നുള്ളതാണ് എന്റെ അപേക്ഷ. തമിഴ്നാട് എന്ന് വെറുതെ ഒച്ച വെച്ചിട്ട് കാര്യമില്ല. പിന്നെ ഈ കാര്യത്തിൽ ഒരു ആൾട്ടർനേറ്റീവ് ഉണ്ടോ? ഈ കാര്യത്തിലെ ഓൾട്ടർനേറ്റീവ് ലീഗ് നേതാവെ അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? കേരളമല്ലാതെ ഒരു ഓൾട്ടർനേറ്റീവ്? ആ ആങ്കറുടെ ചോദ്യത്തിന്റെ കൂടെയുള്ള മറുപടി പറയേണ്ടതായിട്ടുണ്ടല്ലോ. ഈ കാര്യത്തിൽ PM ശ്രീയെ സംബന്ധിച്ചും പദ്ധതി നിർവഹണത്തെ സംബന്ധിച്ചും യൂണിയൻ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ ഇന്ന് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞില്ലേ? അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണ്? ഹി ക്ലാരിഫൈഡ് ദാറ്റ് PM Sri scheme does not require mandatory implementation of national education policy. ഏതാണ്? PM Sri does not require a mandatory implementation of national education policy എന്ന് മാത്രമല്ല അടിവരയിട്ട് യൂണിയൻ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ നമ്മളോട് പറയുന്നത് എന്താണ്? There is nothing mandatory. Education is on the concurrent list.
the states determine what their curriculum should be. അങ്ങനെ കേട്ടല്ലോ. The അല്ലേ states നിങ്ങൾക്ക് determine ഇത്രയും what their വ്യക്തതയുള്ള curriculum should be. കാര്യം നിങ്ങൾ പറയുന്നത് എന്താണ് ആരാണ്? നേരത്തെ യൂണിയൻ ഒപ്പിടാതിരുന്നത് ജയ്ക്ക്? എന്തിനാണ് ഈ 6 മാസത്തിൽ 6 മാസം ബാക്കിയുള്ളപ്പോ? അതാണ് മനസ്സിലാത്തത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ അങ്ങിപ്പോൾ 2015 അല്ല ഞാൻ പൂർത്തിയാക്കട്ടെ. 2015 കാര്യമൊക്കെ അങ്ങ് പറഞ്ഞല്ലോ. അത്രയ്ക്ക് വ്യക്തതയുണ്ടെങ്കിൽ 2020 എന്താണ് ദേശീയ വിദ്യാഭ്യാസത്തെ എതിർക്കേണ്ട 15 പോയിന്റുകൾ നിങ്ങൾ എന്തിനാണ് വിശദീകരിച്ചത്? ഒരു മിനിറ്റ് ജയ്ക്ക്, ആര് പറഞ്ഞു എപ്പോ പറഞ്ഞു എന്നുള്ളതല്ല, നിങ്ങളാണ് ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. നിങ്ങളോടാണ് ചോദ്യം ജയ്ക്ക്. അപ്പോൾ ഉപചോദ്യങ്ങൾ ഉണ്ടാകും. അങ്ങ് അക്ഷമനായിട്ട് കാര്യമില്ല ജയ്ക്ക്. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഒരു പ്രമേയം പാസ്സാക്കിയത് പാർട്ടി കോൺഗ്രസിൽ? അങ്ങനെയെങ്കിൽ എന്തിനാണ് നിങ്ങൾ സമരങ്ങൾ നടത്തിയത്? അതൊക്കെ തെറ്റായിപ്പോയെന്ന് പറയൂ. ഇപ്പോൾ തമിഴ്നാട് എന്തായാലും ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിച്ചിട്ടില്ല കേട്ടോ. കോടതി പോയി ജയിച്ചോ തോറ്റോ എന്നൊക്കെ അവിടെ നിൽക്കട്ടെ. ദേശീയ വിദ്യാഭ്യാസ നയത്തെ അംഗീകരിക്കുന്നില്ല തമിഴ്നാട്. പശ്ചിമ ബംഗാൾ, കേരളവും അങ്ങനെയായിരുന്നു. നിങ്ങളിപ്പോഴത്തെ അവസാന നിമിഷത്തിൽ നിങ്ങൾ പോയി ഒപ്പിട്ടിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ് ഒരു പ്രശ്നവും ഇല്ല എന്ന്. ഞാൻ ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, ഒരു പാഠപുസ്തകത്തിൽ വന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അത് നിങ്ങൾക്ക് മാറ്റി വെച്ചിട്ടാണോ പഠിപ്പിക്കാൻ പറ്റുക? അല്ല, അത് പഠിപ്പിക്കേണ്ടി വരും. ഇത് കല്ലേൽ കൊത്തിവെച്ചതുപോലെയല്ല. ഇത് പിന്നെ അതിലേക്ക് ഓരോ കാര്യങ്ങൾ നുഴഞ്ഞ് കയറുമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് RSSന്റെ അജണ്ട നുഴഞ്ഞു കയറ്റുകയാണ് പാഠപുസ്തകങ്ങളിൽ. ചെറുപ്പത്തിലെ കുട്ടികളെ പിടികൂടി പറഞ്ഞിട്ടുള്ളതല്ലേ? അപ്പോൾ ആ മതിൽ അവിടെ ഇട്ട് കഴിഞ്ഞു, ഇനി അങ്ങോട്ടേക്ക് ഒന്നും പ്രവേശനമില്ല, ഇവിടെ ഞങ്ങൾ നടപ്പാക്കും, അവിടെ അവർ നടപ്പാക്കട്ടെ. അതാണോ? നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ? പൈസ വെറുതെ അങ്ങ് തരികയാണോ? അല്ലല്ലോ. ഇപ്പൊ നോക്കൂ, വെല്ലുവിളിക്കുന്നു കെ സുരേന്ദ്രൻ അടക്കം. നോക്കൂ, ഞങ്ങൾ ഇവിടെ സവർക്കറെ പഠിപ്പിച്ചിരിക്കും, പഠിപ്പിക്കില്ലെങ്കിൽ ഞങ്ങൾ കാണട്ടെ പറയുന്നില്ലേ? ABVPയുടെ പ്രശംസ വരുന്നു, BJPയുടെ പ്രശംസ വരുന്നു. എന്താണ് കഥ? തീർച്ചയായിട്ടും അങ്ങ് പറയുന്നു ഉപചോദ്യങ്ങൾ ഉണ്ടാകണം. ഉപചോദ്യങ്ങൾക്കൊക്കെ ഒരു മര്യാദ ഉണ്ടാകും. നമ്മളൊരു മാന്യമായ സംവാദത്തിലല്ലേ ഇരിക്കുന്നത്. മര്യാദരഹിതമായി അതിൽ ഇടപെട്ടുകൊണ്ട് ആ ചർച്ചയെ അലമ്പാക്കാൻ ആങ്കർ തന്നെ ശ്രമിക്കാൻ പാടില്ല എന്നുള്ള വിനീതമായ അഭിപ്രായം എനിക്കുണ്ട്. അങ്ങേക്ക് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളേണ്ടതായ തള്ളയാം. എന്തായാലും അങ്ങയുടെ ചോദ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആശങ്കയുടെ യൂണിയൻ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള യൂണിയൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ സെക്രട്ടറി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാനതിന് മറ്റു വിശദാംശത്തിലേക്ക് വരാം. പക്ഷെ ലീഗ് നേതാവ് ദീർഘസമയം എടുത്തുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാൻ പാടുണ്ടോ? വർഗീയതയ്ക്കെതിരെ നിങ്ങൾക്ക് പ്രതികരിക്കാൻ മുട്ടിടിക്കുകയല്ലേ, നിങ്ങൾ ശിരസ് കുനിയുകയല്ലേ? എന്നിട്ട് വിദ്യാഭ്യാസ വകുപ്പിനെതിരെ ആകെ ഒരു ചാപ്പയിടിയാണ്. ലീഗ് നേതാവിന് വിദ്യാഭ്യാസ വകുപ്പിനോട് നല്ല പ്രശ്നം ഉണ്ടാവും. കാരണം എന്താണ്? കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത് ആങ്കറിന്റെ ആർക്കൈവുകൾ ചിലപ്പോൾ ഉണ്ടാകും. ഓണപരീക്ഷ എത്തിയിട്ട് പാഠപുസ്തകം കിട്ടാതെ 40 ലക്ഷം കുട്ടികൾ SFI എടുത്തുകൊടുത്ത ഫോട്ടോസ്റ്റാറ്റുമായി നടത്തപ്പെട്ട കാലമുണ്ടായിരുന്നു. ആ ഫോട്ടോസ്റ്റാറ്റ് കീറിക്കളയാൻ MSFകാർ സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ വന്ന കാലമുണ്ടായിരുന്നു. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിച്ചപ്പോ അത് ഇത്തവണ ഓണം നേരത്തെ വന്നോണ്ടല്ലേ, അല്ലേ കളി കാണായിരുന്നു എന്ന് പറഞ്ഞ അബ്ദുറബിന്റെ കാലം കേരളത്തിൽ കഴിഞ്ഞുപോയി. ഇപ്പൊ വിദ്യാഭ്യാസ രംഗത്തെ ഒരു അവകാശത്തിന് വേണ്ടി ഒരു MSFകാരൻ തെരുവിൽ സമരം ചെയ്യേണ്ട ഗതികേടില്ല. നിങ്ങൾ അടച്ചുപൂട്ടുകയും UPയിലെ യോഗിയെ പോലെ ബുൾഡോസർ ഉപയോഗിച്ച് നമ്മുടെ മലാപ്പറമ്പ് സ്കൂൾ ഇടിച്ചു നിർത്തുകയും ചെയ്ത കാലം കേരളത്തിൽ ഉണ്ടായിരുന്നു. അതൊക്കെ കേരളത്തിൽ പഴങ്കഥയാക്കി നിങ്ങൾ ഇടിച്ചു നിരത്താൻ ശ്രമിച്ച കേരളത്തിലെ സർക്കാർ സ്കൂളുകളിലേക്ക്, ഞങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിച്ച സ്കൂളുകളിലേക്ക് 11 ലക്ഷം പുതിയ കുട്ടികൾ കേരളത്തിലേക്ക് ഒഴുകിയെത്തി. അപ്പൊ ആ വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് നിങ്ങൾക്ക് അസൂയയും കുശുമ്പൊക്കെ തോന്നും. ഇരിക്കട്ടെ, ഞാൻ ഇതിനെയൊന്നും തള്ളിക്കളയുന്നില്ല. പക്ഷേ പറഞ്ഞു വന്നപ്പോ എല്ലാം കൂടെ പറയണമല്ലോ. ഈ വർഗീയതയ്ക്കെതിരെ ആരാണ് ലീഗ് നേതാവ് അല്ലെങ്കിൽ MSS നേതാവ് സർവകലാശാലയിലും കേരളത്തിന്റെ അല്ല ലീഗ് നേതാവിന്റെ പ്രതികരണം സർക്കാർ നിങ്ങൾ തന്നെ നടപ്പാക്കിയ വിദ്യാഭ്യാസ പുരോഗതിയെക്കുറിച്ചല്ലല്ലോ ചോദ്യം. നിങ്ങൾ എന്തിനാ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ വഴങ്ങിക്കൊടുത്തു, തലകുനിച്ചു എന്നതാണല്ലോ ചോദ്യം. അതല്ലേ ചോദ്യം? അങ്ങയുടെ ചോദ്യം അതാണെങ്കിലും ലീഗ് നേതാവിന്റെ ഗിരിപ്രഭാഷണത്തിൽ അങ്ങ് ഇടപെട്ടില്ല. അതിൽ ഞങ്ങളുടെ ഗവൺമെന്റിനെയും സർക്കാരിനെയും സംബന്ധിച്ച് പച്ചക്കള്ളം നട്ടാക്കുരുക്കാത്ത നുണ അദ്ദേഹം പറഞ്ഞു. അങ്ങ് ഇടപെട്ട് താൻ പറഞ്ഞത് നുണയാണ്, ഈ വിഡ്ഢിത്തം ഇവിടെ അവസാനിപ്പിക്കുമെന്ന് അങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങയുടെ അതുകൊണ്ട് യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ ഒന്നും ഇനി പറയണ്ടെന്നേ. യോഗി ആദിത്യനാഥ് നിങ്ങളുടെ കൂടെ അത് റിപ്പോർട്ടർ ചാനലിൽ അങ്ങയുടെ സബോർഡിനേറ്റ് ആയി ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് എഴുന്നള്ളിച്ചാൽ മതി. അമ്മാതിരി ഡിക്റ്റേഷൻ ഒക്കെ ഞാൻ എന്ത് പറയണം പറയണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. അത് അങ്ങയുടെ ഡിക്റ്റേഷൻ എന്റെ അടുക്കലേക്ക് വേണ്ട. എന്താണ് കാര്യം? BJP എന്ത് പറയുന്നു അതല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അവിടെ പോയി തല കുനിച്ചിട്ട് നമ്മുടെ അടുത്ത് ഒച്ചയിട്ടിട്ട് കാര്യമുണ്ടോ? ബിപിൻ ഇബ്രാഹിം, ഇപ്പോൾ നിങ്ങളുടെ മുന്നണി തന്നെ ഭരിക്കുമ്പോൾ നിങ്ങളിപ്പോൾ തെരുവിലാണ്, സമരം ചെയ്യുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷത്തെ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും ഇപ്പോൾ വലിയ പ്രക്ഷോഭത്തിലുമാണ്. അവർ ഇനി കൂടുതൽ പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്ന് അറിയുന്നു. ഇനി നിങ്ങൾക്ക് മുന്നിൽ എന്താണ്? പ്രക്ഷോഭ വഴിയിലാണോ? തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ.
അപ്പോൾ മുന്നണിയെ ജയിപ്പിക്കേണ്ടതുണ്ട്, വീണ്ടും അധികാരത്തിൽ വരേണ്ടതുണ്ട്, മൂന്നാം പിണറായി സർക്കാർ എന്ന മുദ്രാവാക്യമുയർത്തിയുള്ള അടുത്ത നടപടികളിലേക്ക് കടക്കാനിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത്. ഈ ഒരൊറ്റ വിഷയത്തിൽ വിയോജിച്ചുകൊണ്ട് ഒരുമിച്ച് പോകും എന്നതാണോ മനസ്സിലാക്കേണ്ടത്, അതോ നിങ്ങൾ മാറി നിൽക്കുമോ? അല്ല, ഇതിനകത്ത് നാം മനസ്സിലാക്കപ്പെടേണ്ട ഒരു പ്രധാന കാര്യം, ഒന്ന് രണ്ട് വിഷയങ്ങൾ ഞാൻ വളരെ പെട്ടെന്ന് സൂചിപ്പിക്കാം. സമയത്തിൻ്റെ പരിമിതി വളരെ പെട്ടെന്ന് തന്നെ ചർച്ച അവസാനിക്കും എന്നൊരു രീതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ പെട്ടെന്ന് വിഷയത്തിലേക്ക് വരാം. നമ്മൾ ഇതിനകത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള സജീവൻ സാർ ഇവിടെ സൂചിപ്പിച്ചു, ഇതൊരു CPI ഞാൻ പറയുന്ന കാര്യം വീണ്ടും ആവർത്തിക്കത്തില്ല, വളരെ പെട്ടെന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. CPI-CPIM തർക്കമാണോ എന്നുള്ളത് ഇവിടെ ആവർത്തിച്ച് പലരും പറയുന്നതാണ്. അത് വരും നാടുകളിൽ എന്താണ് ഇതിൻ്റെ വാസ്തവം എന്നുള്ളത് ബോധ്യപ്പെടും എന്നുള്ളത് കൊണ്ട് ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ആ മുന്നണിയുടെ ഭാഗമായി പല അഭിപ്രായങ്ങളുണ്ടാകും. അത് ആ മുന്നണിയിൽ തന്നെ ചർച്ച ചെയ്യും. അത് ഇതിനു മുമ്പും CPI എടുത്തിട്ടുള്ള നിലപാടുകളാണ്. ആ നിലപാടുകളെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ കാലങ്ങളിൽ CPI എടുത്തിട്ടുള്ള നിലപാടുകൾ പരാജിതമാണോ അല്ലയോ എന്നുള്ളതൊക്കെ അതിന്റെ മുന്നണി പരിശോധിച്ച് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് CPI മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി സൂചിപ്പിച്ച ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചിട്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് എത്താം. മുസ്ലിം ലീഗിന്റെ പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ചത് ഈ കേരളത്തിൽ കേന്ദ്രം വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കുവാൻ പോകുന്ന PM ശ്രീ പദ്ധതിയെ സംബന്ധിച്ച് ഇവിടെ നടപ്പിലാക്കുന്നത് അത് ഒരു വർഗീയ അജണ്ടയാണ്, അതിനോടകത്തൊന്നും ഞങ്ങൾക്ക് യാതൊരു വിധമായ വിയോജിപ്പുമില്ല. പക്ഷേ അത് മനസ്സിലാക്കപ്പെടേണ്ട ഒരു കാര്യം, രാജ്യത്ത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച ഉണ്ടായ സമയത്ത് തന്നെ ഈ ലീഗും കൂടെ മുന്നണിയായിരിക്കുന്ന ഭാഗമാണല്ലോ UDF. ആ UDFന്റെ എത്ര സംസ്ഥാനങ്ങളിൽ ഈ പദ്ധതി നടപ്പിലാക്കപ്പെട്ടു എന്നുള്ളത് ഇവർ പരിശോധിച്ചിട്ടുണ്ടോ? അത് ഈ പറയുന്നത് പോലെ രാജസ്ഥാനിലും ഹിമാചൽ പ്രദേശിലും തെലങ്കാനയിലും അടക്കം ഈ പദ്ധതിയെ ഇപ്പോഴും പരിപോഷിപ്പിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതിനെ ഒന്നും ഇവർക്ക് ആ സമയങ്ങളിൽ ആ ഘട്ടങ്ങളിൽ UDFന് നേരെ ഒരു വിരൽ ചൂണ്ടാൻ പോലും സാധിക്കാത്തവരാണ് ഇപ്പോൾ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദ്യഘട്ടത്തിൽ അതിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ് വീണ്ടും ഒരു രണ്ടാം LDF സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ളത്. ആ രണ്ടാം LDF സർക്കാരിൻ്റെ പ്രകടന പത്രികയ്ക്ക് വിരുദ്ധമായ ഒരു കാര്യമാണ് നടപ്പിലായത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു വിധമായ അഭിപ്രായ വ്യത്യാസമില്ല. ആ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ വിദ്യാഭ്യാസ മേഖലയിൽ PM ശ്രീ പോലെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വർഗീയ അജണ്ട തന്നെ, അത് കൃത്യമായി അങ്ങനെ തന്നെ പറയും, കേന്ദ്ര സർക്കാരിൻ്റെ വർഗീയ അജണ്ട നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയുമായി മുമ്പോട്ട് പോകുന്നതിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് ആദ്യഘട്ടത്തിൽ തന്നെ AISF സൂചിപ്പിച്ചിട്ടുള്ളത്. അത് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ തന്നെ ആദ്യഘട്ടത്തിൽ ഞങ്ങൾ സൂചിപ്പിച്ച കാര്യമാണ്. മറ്റൊന്ന്, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പരിശോധിക്കപ്പെടുമ്പോൾ അതിനകത്തൊരു ലൈൻ പറയുന്നുണ്ട്, ഡെവലപ്മെന്റ് ഇൻ ദ ലൈൻ വിത്ത് ദ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. അതായത് നാഷണൽ എഡ്യൂക്കേഷൻ, ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ചുള്ള വികസനങ്ങൾ മാത്രമേ ഈ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കാൻ പറ്റൂ. അപ്പോൾ അവിടെ പ്രധാനമായി ഉയരുന്നൊരു ചോദ്യം, അങ്ങനെ നടപ്പിലാക്കപ്പെടാൻ ശ്രമിക്കപ്പെടുമ്പോൾ ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ സംസ്ഥാനത്ത് ആ രീതിയിലേക്കുള്ള മാറ്റങ്ങളൊന്നും നാം വരുത്തില്ല എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. അതിനകത്ത് പ്രധാനമായും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വാദം, ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞാൽ ഒരു സ്ലോ എമർജിംഗ് പോയിസൺ ആണ്, വിദ്യാഭ്യാസ മേഖലയിലെ ഒരു സ്ലോ എമർജിംഗ് പോയിസൺ ആയിട്ടുള്ള ഒരു പദ്ധതി. കാരണം 2030 കൂടെയാണ് ഈ പദ്ധതി പൂർണ്ണമായും ഈ ഇന്ത്യ മഹാരാജ്യത്ത് വിഭാവനം ചെയ്യപ്പെടുന്നത് എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റ് തന്നെ പറയുന്ന ഒരു പദ്ധതിയാണ്. ആ സമയത്ത് നമ്മുടെ ടീച്ചേഴ്സ് ട്രെയിനിങ് സെന്ററുകളടക്കം, ഇവിടെ അധ്യാപകർക്ക് പരിശീലനം കൊടുക്കുന്ന സെന്ററുകളടക്കം ഈ പദ്ധതി നടപ്പിലാക്കി മുമ്പോട്ട് പോയാൽ ഇവിടെ തീരുമാനിക്കപ്പെടേണ്ടതായ ഒരു സാഹചര്യം വരുന്നത്, അതിൻ്റെ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ അഭിപ്രായം ഈ കേരളത്തിൻ്റെ വിദ്യാർത്ഥി സമക്ഷത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ആ വാദം ഞങ്ങൾ എല്ലാ കാലങ്ങളും ഉയർത്തിപ്പിടിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു തരത്തിലുള്ള വ്യതിചലനവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകില്ല എന്നുള്ളതും കൂടെ സൂചിപ്പിക്കുകയാണ്. ശരി, പി കെ നവാസ്, ചുരുക്കി ഇപ്പോൾ ഇവിടെ നിങ്ങൾ വലിയ പ്രതിഷേധം പറയുന്നു, പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇതാദ്യം നടപ്പാക്കിയതാണല്ലോ, അന്നൊന്നും നിങ്ങൾ ചെറുവിരൽ അനക്കിയില്ലല്ലോ എന്നുള്ളതാണ് ജയിക്കിന്റെ ചോദ്യം. നവാസ്, സ്മൃതി, ഒന്ന് ജയിക്ക് പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞു പോകാനുള്ള സമയം തരണം. ഒന്ന് പുത്തരിക്കണ്ട മൈതാനിയിലെ പ്രസംഗമാണല്ലോ ജയിക്ക് ഇവിടെ നടത്തിയത്.
താൻ എഴുതിക്കൊണ്ട് വന്ന ഏതൊക്കെ പോയിന്റ് സ്ഥാനത്തും അസ്ഥാനത്തും വെച്ച് പറഞ്ഞെങ്കിൽ തീർത്തു പോകാം എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. മാറ്റമുണ്ടായി പ്രയോഗം ഇങ്ങോട്ട് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഒന്ന് പറഞ്ഞല്ലോ, ഒന്ന് പറഞ്ഞോട്ടെ, അതെന്നാ പറയുന്നത്? പുത്തരിക്കണ്ട മൈതാനിലെ പ്രസംഗമല്ല ഇത്. ചർച്ചക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറഞ്ഞോ PMC തമിഴ്നാട് നടപ്പിലാക്കിയെന്ന് താങ്കൾ പറഞ്ഞല്ലോ. തമിഴ്നാട്ടിൽ നടപ്പിലാക്കാത്ത ഒരു കാര്യം നടപ്പിലാക്കിയത് ഞാൻ പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞത്? അവസാനിപ്പിക്കല്ലേ? അങ്ങയുടെ നിർദ്ദേശം തൽക്കാലം സ്വീകരിക്കാൻ എനിക്ക് സൗകര്യമില്ല. അങ്ങ് ചർച്ച അവസാനിപ്പിക്കും. അങ്ങയുടെ നിർദ്ദേശം സ്വീകരിച്ച് ചർച്ചയിലിരിക്കാൻ എനിക്ക് സൗകര്യമില്ല. ചർച്ച കഴിയുകയാണ്. ജയിക്കുന്ന നവാസിന് പറയാനുള്ള പറയാൻ സമയിക്കും. പൂർത്തിയാക്കട്ടെ. അതെ, ഈ മര്യാദ എനിക്ക് കിട്ടിയിട്ടില്ലെന്നേ. ചർച്ചയില് ലീഗ് നേതാവ് കുറെ നേരം പരിഹസിച്ചതല്ലേ ഇത്? അദ്ദേഹം പറയട്ടെ. അതുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞേ. കുറെ നേരം അങ്ങും പരിഹസിച്ചല്ലേ? മറുപടി പറയട്ടെ. ലീഗ് നേതാവിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞപ്പോ അങ്ങേക്ക് പൊള്ളിയോ? അത് പരിഹാസമാണ്. എന്ത് വേണേ പറഞ്ഞോളൂ. കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ്, നവാസിന്റെ സമയമാണ്. നവാസിന്റെ സമയമാണ്. അദ്ദേഹം പൂർത്തിയാക്കേണ്ട സമയം കഴിയുകയാണ്. നവാസിനെ പൂർത്തിയാക്കാൻ സമയം സമ്മതിക്കും. ഇത് എന്തിനാണ് ഇങ്ങനെ ബഹളം വെച്ച് തീർക്കുന്നത്? ഇതുവരെ മര്യാദക്കല്ലേ ചർച്ച പോയത്? അദ്ദേഹം ബഹളം വെക്കട്ടെ, ഞാൻ പറയാം. എന്റെ സമയമാണ്. അങ്ങ് പറഞ്ഞല്ലോ ലീഗ് നേതാവിനെ ഞാൻ പരിഹസിച്ചത്. നിങ്ങൾ പരസ്പരം പരിഹസിക്കുക തന്നെയാണ്. അങ്ങയുടെ PCR-ന് ഡോക്യുമെന്റ് അങ്ങ് കാണിച്ചു കൊടുക്കുക. എന്തൊരു കഷ്ടമാണ്. അല്ല, തോറ്റ കേസിനെ ജയിച്ചതുമായ കേസിനെ കുറിച്ചല്ല, കേസിനെ പോകണ്ട എന്ന തീരുമാനത്തെ കുറിച്ചാണ് ചോദിച്ചത്. ജനാധിപത്യ മര്യാദ കാണിക്ക് ജയിക്ക്. താങ്കളുടെ സമയത്ത് ഇടപെട്ടില്ല. കേസിലേക്ക് ഞാൻ എന്റെ സമയമാണ്. എന്റെ സമയമാണ്. മര്യാദ കാണിക്കും. താങ്കളുടെ സമയത്ത് ഞങ്ങൾ ആരും ഇടപെട്ടില്ല. ഇത് എന്റെ സമയമാണ്. എനിക്ക് വേണ്ട. ഇപ്പൊ ജയിക്ക് നേരത്തെ പറഞ്ഞു കേരളത്തിൽ എത്ര അടച്ചുപൂട്ടിയില്ല എന്ന് വലിയ വർത്തമാനം പറഞ്ഞല്ലോ. രാജ്യത്തിന്റെ പാർലമെന്റിൽ നിങ്ങളുടെ MP K രാധാകൃഷ്ണന്റെ ചോദ്യം ഉണ്ടല്ലോ. അതിന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ജയന്തി ചൌധരി ലോക്സഭയിൽ പറഞ്ഞ മറുപടി ഉണ്ട്. 2021-24 5010 ഗവൺമെന്റ് സ്കൂളുകളാണ് കേരളത്തിലുണ്ടായത്. അത് 2023-24 4809 201 എന്ന ജയിക്ക് ആവിയായി പോയതാണ്. കേരളത്തിൽ ആവിയായി പോയതല്ല, അടച്ചുപൂട്ടി പോയതാണ്. നിങ്ങളുടെ മുഖ്യമന്ത്രി ധർമ്മടത്തെ നിയോജകമണ്ഡലത്തിൽ 8 സ്കൂളുകൾ അടച്ചു പോയതിന്റെ കാലം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ മറുപടി എന്തായിട്ടുണ്ട്? വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ മറുപടി എന്തെങ്കിലും പച്ചക്കള്ളം ജയിക്ക് വിചാരിക്കുന്നു. ശരി, ഇവിടെ എന്തായാലും ഒരു പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നു. അത് ഈ ചർച്ചയിലെ പ്രതിസന്ധിയല്ല, CPM-ഉം CPI-ക്കും ഇടയിലെ പ്രതിസന്ധിയാണ്. അത് പരിഹരിക്കപ്പെടുമോ അതോ CPI തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമോ, കൂടുതൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. വളരെ നന്ദി ജേക്ക് സി തോമസ്, ബിപിൻ എബ്രഹാം, PK നവാസ്, ശ്രീ എ സജീവൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.